പ്രണയമണിത്തൂവൽ. രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. രാത്രിയിൽ ചക്കിയും അമ്മയും കൂടി തന്നുവിട്ട പാൽ ഗ്ലാസുമായി ആ റൂമിന്റെ വാതിൽക്കിലെത്തിയതും അവളൊന്ന് വിറച്ച്. പാലിൽ നിന്ന് അല്പം തൂകിത്തെറിച്ച് അവളുടെ കൈകളിലേക്ക് പറ്റി. കുറച്ചു മുമ്പ് ഉടുപ്പിച്ചെന്ന ദാവണിയും മുല്ലപ്പൂവും ഇപ്പോഴേ വിയർത്തു തുടങ്ങി. പാതി തുറന്നിട്ട് ആ വാതിലൂടെ വിറച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. വാതിലടക്കണോ വേണ്ടോ എന്നൊരു വേള ശങ്കിച്ചു. ബാൽക്കണിയിൽ നിന്ന് അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. യാ അയാൾക്കൊള്ളേറ്റം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി അകത്തേക്ക് വന്നു. ദേവനന്ദ, പ്ലീസ് ക്ലോസ് ദാറ്റ് ഡോർ. അവൻ തുറന്നെടുക്കുന്ന ഡോറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പാലടുത്തുള്ള ടേബിൾ വെച്ചുകൊണ്ട് പതിയെ തിരിഞ്ഞ് ഡോർ അടച്ച് ലോക്ക് ചെയ്തു. അവൾ കയ്യിലിരിക്കുന്ന തൻ്റെ ഫോൺ ചാർജറിൽ ഇട്ടുകൊണ്ട് അവൻ തിരിഞ്ഞു. ദേവനന്ദ, എനിക്കിതിനോട് കുറിച്ച് സംസാരിക്കാനുണ്ട്. നമുക്ക് ബാൽക്കണിയിൽ ഇരിക്കാം. പിന്നെ ആ പാൽ ഞാൻ കുടിക്കാറില്ല, തനിക്ക് വേണമെങ്കിൽ കുടിച്ചോ? എനിക്ക് വേണ്ട, അവൾ പതിയെ പറഞ്ഞുകൊണ്ട് തലതാഴ്ത്തി. കം. അവൻ മുന്നോട്ട് നടന്നു. ബാൽക്കണിയുടെ റെയിലിങ്ങിൽ പിടിച്ച് ദൂരേക്ക് നോക്കി. ലുക്ക് ദേവനന്ദ, നിനക്കറിയാലോ നമ്മുടെ കാര്യം. ഇറ്റ് വാസ് എ സഡൻ മാരേജ്. അവരുടെ ഭാഗത്തുനിന്ന് ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ വേറെ മാർഗമില്ലായിരുന്നു. അച്ഛനും ചക്കിയും അമ്മയും എല്ലാവരും നിർബന്ധിച്ചപ്പോൾ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. അവനിട്ടിരുന്ന 3/4 പോക്കറ്റിൽ കൈയിട്ടു. കാറ്റിൻ്റെ അലകൾക്കനുസരിച്ച് അവൻ്റെ കോലൻ മുടികൾ കുറച്ച് മുന്നിലേക്ക് വീണിട്ടുണ്ട്. എനിക്കറിയാം പേട്ടാ, ഇന്ന് നടന്നല്ല. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ആ നരകത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് കൊണ്ടുവന്നതിന്. പിന്നെ ചക്കി, അവളെനിക്ക് എൻ്റെ കൂട്ടുകാരി മാത്രമല്ല, എൻ്റെ കൂടെപ്പിറപ്പ് കൂടിയാണ്. ഒറ്റപ്പെട്ട് പലപ്പോഴും ജീവിതം അവസാനിക്കാൻ തുടങ്ങി എനിക്ക് വലിയൊരു ധൈര്യം കൂടിയായിരുന്നു അവൾ. അവളുടെ ഏട്ടന് വരിക, അവളുടെ ഏട്ടനെ താലിയെട്ടുക, ഇതൊന്നും യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് ഇപ്പോഴും കഴിയുന്നില്ല. പിന്നെ അഭിയേട്ടനെ വിവാഹം കഴിച്ച നിവൃത്തികളുണ്ട് മാത്രമായിരുന്നു. എനിക്കത് മനസ്സിലാവും. കണ്ണിൽ നിറഞ്ഞു വന്ന നീർത്തടാകത്തെ അവൾ ചുണ്ടുകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് നിയന്ത്രിച്ചു. ആക്ച്വലി ദേവനന്ദ, ഇപ്പോൾ ഒരു വിവാഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടല്ല. സത്യം പറഞ്ഞ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങിയായിരുന്നു. കാതറിൻ എൻ്റെ ഫ്രണ്ടാണ്. ബാംഗ്ലൂരിൽ തന്നെ സ്വന്തമായിട്ട് കമ്പനി നടത്തുകയാണ്. എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞ് കൂടെ കൂടിയിട്ട് കുറച്ചായി. ഞാനൊരു യെസ് പറയുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പെട്ടെന്നല്ലേ എനിക്ക് ഇങ്ങോട്ട് പോരേണ്ടി വന്ന്. ഈ ഉത്സവത്തിന് അവരിങ്ങോട്ട് വരും. അവൾക്കും ഫ്രണ്ട്സിന് ഇവിടുത്തെ ഉത്സവ രീതികളും ആചാരങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് ഒരു ഈവൻറ്റിന് സമർപ്പിക്കാനുണ്ട്. ഉത്സവം കഴിഞ്ഞ് മടങ്ങുമ്പോൾ വീട്ടിൽ വിവരം അറിയിക്കാമെന്നും എല്ലാവരുടെയും സമ്മതത്തോടുകൂടി വിവാഹം കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവനൊരു ചെറിയ ഈർഷ്യയോടെ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ബാൽക്കണിയുടെ റെയിലിങ്ങിൽ പിടിച്ചു. എന്നാൽ താനിപ്പോൾ കേട്ടതിൻ്റെ ആഘാതം തൻ്റെ ഉള്ളിലൊരു മൂളക്കം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഒന്നും പറയാതെ തന്നെ നിസ്സഹായമായ ഒരു അവസ്ഥയിൽ കണ്ണിൽ വെള്ളം നിറച്ച് നിന്നു അവൾ. ദേവനന്ദ, താൻ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് മനസ്സിലാവും. ഇനി എന്ത് ചെയ്യണമെന്ന് അഭിയേട്ടൻ തീരുമാനിക്കാം. പക്ഷെ അത് അഭിയേട്ടൻ തന്നെ ഇവിടെയുള്ളവരോട് പറയണം. അതുവരെ അവർക്ക് മുമ്പിൽ ഞാൻ നിങ്ങളുടെ ഭാര്യ ആയിരിക്കട്ടെ. എൻ്റെ ജീവിതം തന്നെ അവസാനിക്കുന്ന ഒരു വലിയ അപകടത്തിൽ നിന്നാണ് നിങ്ങളുടെ അച്ഛനും സഹോദരി അവരുടെ ജീവിതത്തിലേക്ക് എന്നെ പിടിച്ചു കയറ്റിയത്. ആ നന്ദിയെങ്കിലും എനിക്ക് അവരോട് കാണിക്കണം. അതുകൊണ്ട് എല്ലാവരുടെ ഒന്നും തുറന്നു പറയാൻ എനിക്കാവില്ല. അതിന് മാത്രം നിങ്ങളെന്നോട് പറയരുത്. നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങൾ തന്നെ എല്ലാവരോടും തുറന്നു പറഞ്ഞോളൂ. ഞാൻ ഒഴിവായി പോയിക്കോളാം. അത് പറയുമ്പോൾ അവളുടെ കൈകൾ കമ്പിയിൽ മുറുകെ പിടിച്ചിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അവൻ അതേ നിൽപ്പോടെ അവളെ നോക്കി. അവൾ ഒരു ചെറു ചിരിയോടെ അവനിൽ നിന്നും തിരിഞ്ഞു നിന്നു. ഹൃദയത്തിൽ അത്രമേൽ സങ്കടം കൊണ്ടായിരുന്നു അവൾ ആ ചിരിച്ചത്. എന്നാ പിന്നെ താൻ കിടന്നു. അതിനൊന്ന് മൂളിക്കൊണ്ട് അവൾ റൂമിലേക്ക് കയറി. ഇപ്പോഴാണ് ഇവിടെ ശരിക്കും നോക്കുന്നത്. അത്യാവശ്യത്തിലേറെ വലിപ്പമുള്ളൊരു ബെഡ്റൂം. ബാൽക്കണി ചെറുതാണ്. ഭിത്തിയിൽ പലതരം ഫോട്ടോ ഫ്രെയിം ചെയ്ത് തൂക്കിയിട്ടുണ്ട്. അതിൽ അച്ഛനും അമ്മയും അബിയും, ചക്കിയും അബിയും, അബിയുടെ തന്നെ പലതരം ഫോട്ടോസ്. അങ്ങനെ കാണാനേറെ ഭംഗിയുള്ളവ. ബാത്റൂമിൻ്റെ അടുത്തായി തന്നെ നീളത്തിലുള്ള ഒരു കബോർഡും സൈഡിലായി ഒരു സോഫയും ഒരു കുഞ്ഞു ടേബിളും. അതിൽ താൻ കൊണ്ടുവച്ച പാൽ ഗ്ലാസ് ഇരിപ്പുണ്ട്. അതിനുള്ളിൽ ആവശ്യമുള്ള ഡ്രസ്സുണ്ട് കേട്ടോ. മുകളിലേക്ക് പടികൾ കയറുമ്പോൾ ചക്കി പറഞ്ഞത് ഓർമ്മ വന്നു. മെല്ലെ അതിനടുത്തേക്ക് നടന്നു. അതിൻ്റെ ഒരു സൈഡിലായി മടക്കി വെച്ചിരിക്കുന്ന തൻ്റെ ഡ്രസ്സാണെന്ന് അവൾക്ക് മനസ്സിലായി. മിററിൽ നിന്ന് മെല്ലെ മുടിയിൽ കുരുത്ത മുല്ലപ്പൂ അടർത്തി മാറ്റി വേസ്റ്റ് ബിന്നിലിട്ടു. ശേഷം വേഗം മുഖം കഴുകി ഇറങ്ങി. താൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവൻ ഫോണിൽ ആരോടോ സംസാരിക്കുകയായിരുന്നു. അഴിച്ചിട്ട മുടിയെല്ലാം കൂടി മേലേട്ട് കെട്ടിവെച്ചുകൊണ്ട് കട്ടിൽ നിന്നൊരു തലയിനെടുത്ത് ദേവനന്ദ വേഗം സോഫയിലേക്ക് നോക്കി. ഇനി താനായിട്ട് ഇത് കയ്യേറണ്ട, അല്ലെങ്കിലും തനിക്ക് സോഫ തന്നെ ധാരാളം എന്ന ആശ്വാസത്തോടെ അവൾ അതിലേക്ക് കയറി കിടന്നു. പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞാണ് അബി ആ റൂമിലേക്ക് വന്ന്. അവൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് ഉറങ്ങിയ പോലെ കിടന്നു. റൂമിലേക്ക് കയറി അബി കാണുന്നത് സോഫയിലായി കിടക്കുന്ന ദേവയാണ്. ഓ ഷിറ്റ്! അത് കണ്ടപ്പോൾ തന്നെ അവൻ നെറ്റിയിൽ ഒഴിഞ്ഞുകൊണ്ട് കട്ടിലേക്ക് നോക്കുന്നുണ്ട്. പിന്നെ അവൾ നല്ല ഉറക്കമാണെന്ന് തോന്നിയപ്പോൾ വേഗം ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. അപ്പോഴാണ് ടേബിൾ പാൽ ഗ്ലാസ് അവൻ കാണുന്നത്. വേഗം അതെടുത്ത് ബാത്റൂമിലെ ബേസിൽ കൊണ്ടുപോയി ഒഴിച്ച് കഴുകി തിരികെ കൊണ്ടുവന്നു. അവളെ ഒന്നുകൂടി നോക്കിയ ശേഷം അവൻ കയറി കിടന്നു. അവൻ ഉറങ്ങിയെന്ന് വ്യക്തമായതും അവൾ തൻ്റെ എതിർവശം ചെരിഞ്ഞ് കിടന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ ക്ഷീണവും ഉണ്ടെങ്കിലും കഴിഞ്ഞതൊക്കെയും മനസ്സിലൂടെ ഓടിയെത്തി.
ദേവനന്ദ മംഗലത്ത് തറവാട്ടിലെ നന്ദന്റെയും ശ്രീദേവിയുടെയും മകൾ. തന്നെ വയറ്റിലുണ്ടായപ്പോൾ തന്നെ മംഗലത്ത് വീട്ടിൽ നന്ദൻ എന്ന തന്റെ അച്ഛൻ മരിച്ചു. ഒരു 10-20 വർഷം മുമ്പ് ബിസിനസ്സുകാരനായിരുന്ന അച്ഛൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി മദ്രാസിൽ പോയ സമയത്ത് അവിടെ വെച്ച് കണ്ടതായിരുന്നു അമ്മ ശ്രീദേവിയെ. നാട്ടിൻ പുറത്തെ ഒരു തറവാട്ടിൽ അംഗമാണെങ്കിലും ബിസിനസ്സിലെ അച്ഛന്റെ ചുറുചുറുക്കും കഴിവും കണ്ട് അമ്മയുടെ മാതാപിതാക്കളും വിവാഹത്തിന് സമ്മതിച്ചു. വിവാഹം കഴിഞ്ഞ് അമ്മ തറവാട്ടിലേക്ക് വന്നു. 1 വർഷമേ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. എങ്കിലും നാട്ടിൻ പുറത്തെ ആ ജീവിതത്തിൽ അമ്മയും സംതൃപ്തയായിരുന്നു. പക്ഷേ അച്ഛന്റെ മരണത്തോടെ ഇനിയും നേരം വെളുക്കാതെ ചില പഴഞ്ചൻ ചിന്താഗതിയും തറവാട്ടിലെ അനാചാരങ്ങളുമെല്ലാം അമ്മയെയും പതിയെ മടുപ്പിച്ചു തുടങ്ങി. അതിൽ ഏറ്റവും വലുത് പ്രസവവേദനയും സഹിച്ച് തറവാട്ടിൽ ആ റൂമിൽ ഒരു പായൽ കിടന്ന് പ്രസവിച്ചതാണ്. ഒടുവിലൊരു വയറ്റാട്ടിയുടെ കൈകളിലേക്ക് പ്രസവിച്ച് തന്റെ കുഞ്ഞിനെ കൊടുത്തപ്പോഴേക്കും അമ്മയും നന്നേ തളർന്നിട്ടുണ്ടാവണം. തന്നെ പ്രസവിച്ച അച്ഛമ്മ, അതായത് മംഗലത്തി വിലാസിനിമാരുടെ കയ്യിൽ കൊടുത്ത് അമ്മയെ അമ്മയുടെ കുടുംബക്കാർ ലണ്ടനിലേക്ക് കൊണ്ടുപോയി. കാരണം ചെറുപ്പക്കാരിയായ തന്റെ മകൾ കുലമഹിമയും ആചാരവും പാലിച്ചു പോകുന്ന ആ നാലുകെട്ടിൽ കഴിയേണ്ടതല്ലെന്ന് പുരോഗമന ചിന്താഗതിയുള്ളവർക്ക് തോന്നിക്കാണും. അല്ലെങ്കിലും പ്രസവവേദന വന്ന് നിലവിളിച്ച തന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൂട്ടാക്കാതെ വീട്ടിൽ പ്രസവം എടുത്തപ്പോൾ തന്നെ ആ അച്ഛനും അമ്മയേറെ ഭയന്നിട്ടുണ്ടാവും. അച്ഛനില്ലാതെ ഇവിടെ നിർത്തിപ്പോയാൽ ഇനിയും തങ്ങളുടെ മകളുടെ ഗതികേട് കാണേണ്ടി വരുമെന്ന് പേടിച്ചിട്ടുണ്ടാവും ആ മാതാപിതാക്കളും. തന്നെയും കൂടെ കൊണ്ടുപോകാൻ നൊന്ത് പ്രസവിച്ച അമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ അച്ഛമ്മ എന്നവർക്ക് തന്നെ വിട്ടുകൊടുക്കാനാവില്ലെന്നൊരു വാശി. എങ്ങനെ പറഞ്ഞാലും 10 മാസമായി വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് തന്നെ ഉപേക്ഷിച്ചു പോയി അമ്മ. ചിലപ്പോൾ എന്നെയും കൂടെ കൂട്ടാമായിരുന്നില്ലേ എന്ന് ആലോചിക്കും. കുളപ്പടവിലിരുന്ന് തലയിൽ എണ്ണ തേക്കുമ്പോഴോ ഉള്ള വസ്ത്രങ്ങൾ തിരുമ്പി പിഴുമ്പോഴൊക്കെയാണ് നാണിയമ്മ പറഞ്ഞു തന്ന കഥകളാണിതെല്ലാം. പിന്നെ കുറച്ച് വലുതാവും വരെ തന്നെ നോക്കിയ തറവാട്ടിലെ വാലിക്കാരിയായ ഈ നാണിയമ്മയാണ്. നിനക്ക് എന്നെ നന്ദമോന്റെ ചായയാണെങ്കിലും മുടി മുഴുവൻ ശ്രീദേവിക്കുട്ടിയുടേതാ, ഇടയ്ക്കിടെ അവർ പറയാറുണ്ട്. അച്ഛമ്മയുടെ മേൽനോട്ടത്തിൽ അങ്ങനെ ഞാൻ ആ തറവാട്ടിൽ വളർന്നു. അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ നിന്നെടുത്ത് തനിക്ക് ദേവനന്ദ എന്ന പേരിടുന്ന പോലും അച്ഛമ്മ എതിർത്തിരുന്നു. പിന്നെ കുടുംബക്ഷേത്രത്തിലെ തിരുമേനി നിർദ്ദേശിച്ച പേരിലൊരു തർക്കം വേണ്ടെന്ന് വെച്ചു. ഇതൊക്കെ പലപ്പോഴും നാണിയമ്മയിൽ നിന്നാണ് അറിഞ്ഞത്. പ്രായമായി വയ്യാതായെങ്കിലും അവർ തറവാട്ടിൽ തന്നെയായിരുന്നു. ഇനിയും തന്നെ കൊണ്ടൊന്നിനും കഴിയില്ലെന്ന് കണ്ടപ്പോൾ മൂത്ത മകൻ്റെ കൂടെ അവർ അവിടുന്ന് ഇറങ്ങി. താനൊരു 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു അത്. ദേവമോളി എന്ന് വിളിച്ച് തന്നോട് ഇന്ന് സ്നേഹം കാണിക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു അവരും. ചെറിയച്ഛനും ചെറിയമ്മയും ഒരമ്മായിയും അച്ഛമ്മയുമാണ് ആ തറവാട്ടിൽ. പ്രായവും പ്രതിസന്ധികളും പിടിവിടാതെ പിന്തുടർന്നപ്പോഴും അടിപതരാതെ അച്ഛമ്മ തന്നെയാണ് ഇന്നും ആ വീടിൻ്റെ മേൽനോട്ടക്കാരി. 8ാം ക്ലാസ്സിൽ വെച്ച് വയസ്സറിയിച്ചപ്പോൾ മുതൽ ഞാൻ എല്ലാവർക്കും വലിയ കുട്ടിയായി. കുട്ടിക്കാലം മുതൽ തന്നോട് നന്നായി പെരുമാറിയ ഒരാൾ ചെറിയച്ഛൻ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിത്തം നിർത്തണമെന്ന് അച്ഛമ്മയുടെ തീരുമാനത്തെ എതിർത്ത് തന്നെ +1 +2 നാട്ടിലെ തന്നെ നല്ല സ്കൂളിൽ അയച്ച് പഠിപ്പിച്ച്. ചെറിയച്ഛൻ്റെ മോനും അമ്മായിയുടെ അനുമോളുമെല്ലാം പുറത്തുപോയി പഠിക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു ചെറിയച്ഛൻ്റെ വാദം. വേറെ വഴിയില്ലാത്തതിനാൽ അച്ഛമ്മയ്ക്ക് ഡിഗ്രി കൂടി എന്നെ പഠിപ്പിക്കേണ്ടി വന്നു. നഗരത്തിലെ ഒരു കോളേജിൽ തന്നെ ചെറിയച്ഛൻ അഡ്മിഷൻ എടുത്ത് തന്നപ്പോൾ ഞാനും വളരെയധികം സന്തോഷിച്ചിരുന്നു. കാരണം ഇപ്പോഴും പഴമക്കും കുലമഹിമയ്ക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന അകത്തളങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു താൻ. അങ്ങനെയാണ് ആഴ്ചയിൽ 2 ദിവസം മാത്രം നാട്ടിൽ വരിക എന്ന രീതിയിൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എടുത്തത്. നാട്ടിൻപുറം വിട്ട് വലിയ പരിചയമൊന്നുമില്ലെങ്കിലും ഈ കലാലയ ജീവിതം ഞാനും ആസ്വദിച്ച് തുടങ്ങിയിരുന്നു. അവിടെ ഞങ്ങളുടെ ഹോസ്റ്റൽ റൂമിൽ 3 പേരായിരുന്നു. ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഹോസ്റ്റലായതിനാൽ റൂൾസും റെഗുലേഷൻസും ഒക്കെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ അഖില എന്ന ചക്കി, അവൾ അവിടെ സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ആരെയും കൂസാതെ ആരെയും പേടിക്കാൻ നടക്കുന്ന, മുടിയൊക്കെ ബോയ് കട്ടും കെട്ടി ജീൻസും ഷർട്ടും മാത്രം ധരിച്ച് നടക്കുന്ന ഒരു വായാടി. ന്യായത്തിന് വേണ്ടി ആൺകുട്ടികളോട് സ്കൂൾ മാനേജ്മെൻറ്റിനോട് വരെ തർക്കിക്കാൻ അവൾക്കൊരു മടിയുമില്ലായിരുന്നു. എല്ലാവരും അവളെ കാണുമ്പോൾ ഇതെന്തൊരു പെണ്ണ് എന്ന രീതിയിൽ നോക്കുമ്പോൾ ഞാൻ അവളെ എപ്പോഴും അത്ഭുതം കലർന്ന രീതിയിലാണ് നോക്കാറ്. കാരണം എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആളുകൾക്ക് നേരെ മുഖമുയർത്തി സംസാരിക്കാൻ പേടിയുള്ള എനിക്ക് അവൾ എപ്പോഴും ഒരു അത്ഭുതമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ ഞങ്ങളുടെ റൂമിലേക്ക് കയറി വന്നു. 2-3 ബാഗും കയ്യിലൊരു ഗിറ്റാറും ഒക്കെ ആയി വന്നവൾ ഇനി മുതൽ ഞങ്ങളുടെ റൂംമേറ്റായി. ഞങ്ങളുടെ റൂമിൽ ഐഷ കല്യാണം കഴിഞ്ഞ് പോയപ്പോഴുള്ള ബെഡൊഴിവിലേക്കായിരുന്നു അവൾ വന്നത്. ഇതിന് തൊട്ടടുത്തുള്ള ഹോസ്റ്റലിൽ രാത്രി ആരോടോ തല്ലുണ്ടാക്കിയെന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയതായിരുന്നു. വായിലൊരു ചുയിങ്കവും ചവച്ച് വന്നവൾ ആദ്യം റൂം മൊത്തത്തിലൊന്ന് നോക്കി. ഏയ് ബ്യൂട്ടി, വാട്ട്സ് യുവർ നെയിം? ദേവനന്ദ. ഫസ്റ്റ് ഇയർ ആണോ? അതെ. പിന്നെ ഞാനും പഠിത്തത്തിലേക്ക് തിരിഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന ആൻമേരിയെ അവൾ പരിചയപ്പെട്ടു. ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ ഹെഡ്സെറ്റും ചെവിയിൽ തിരികെയിരിക്കുന്ന അവൾ സദാസമയം പുസ്തകപ്പുഴ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ എപ്പോഴും അവൾ അറിയാതെ അവളെ ശ്രദ്ധിക്കുന്ന ആർക്കും അറിയില്ല. ഏയ് ദേവ, തനിക്കത് എത്ര നേരം പഠിച്ചിട്ടും മടിക്കുന്നില്ല? എപ്പോഴും ക്ലാസ്സിൽ ലൈബ്രറി പഠിപ്പ്. ഒരിക്കൽ രാവിലെ എണീറ്റപ്പോൾ അവൾ എന്നോട് ചോദിച്ചതാണ്. ഇല്ല. അതെന്താ? സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ തന്നെ സ്വന്തമായിട്ടുള്ളൂ. ഇതിലെന്തെങ്കിലും ഒരു പിഴവ് വന്നാൽ പിന്നെ സെക്കൻഡ് ചാൻസ് ഉണ്ടാവില്ല. അവളോടന്ന് അങ്ങനെയാണ് പറഞ്ഞത്. പിന്നീട് അങ്ങോട്ട് ഒരു ചെറിയ സൗഹൃദ വലയം ഉണ്ടാക്കി തീർത്തു ഞങ്ങൾ. ഫുഡ് കഴിക്കാനും കോളേജിൽ പോലൊക്കെ ഒരുമിച്ചായി. ചിലപ്പോഴൊക്കെ സ്കൂട്ടിയിൽ അവിടെ കൂടെ വന്നിറങ്ങുമ്പോൾ മറ്റുള്ളവരെല്ലാം ഞങ്ങളെ തുറച്ചു നോക്കും.
പക്ഷേ എനിക്കതൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് സെം എക്സാം എടുത്തു. ആഴ്ചയിൽ ലീവ് ഉണ്ടായിട്ട് നാട്ടിൽ പോയില്ല. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാമെന്ന് വെച്ച് ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ചക്കിയും പോകുന്നില്ലെന്ന് വെച്ചു. കാരണം അവൾക്കും അന്ന് വീട്ടിൽ ആരുമില്ലായിരുന്നു. അച്ഛനും അമ്മയും 2 ആഴ്ച ബാംഗ്ലൂരിലെ ഏട്ടൻ്റെ അടുത്തേക്ക് പോയിരുന്നു. ഏട്ടൻ പുതുതായി തുടങ്ങുന്ന എന്തോ ഒരു കമ്പനിയുടെ ഓപ്പണിംഗ് ആയിരുന്നു. എക്സാം ആയ കാരണം പോകാൻ കഴിഞ്ഞില്ലെന്നും പിന്നെ വേണമെങ്കിൽ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാം, പക്ഷേ ഇവിടെ നീയൊക്കെ ഉണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞു. താൻ എപ്പോഴും പഠിക്കുന്ന കണ്ടിട്ടാണോ ചെവിയിൽ നിന്ന് ഇയർഫോണൊക്കെ മാറ്റിവെച്ച് പുസ്തകത്തിൽ നോക്കി മെനക്കിടുന്നുണ്ട് പെണ്ണ്. ചിലപ്പോഴൊക്കെ അത് കാണുമ്പോൾ ചിരിയും വരും. എക്സാമിന് കുറച്ച് ദിവസം മുന്നെയാണ് അവൾക്ക് കലശലായ പനി വന്ന്. ഒരു ദിവസം രാത്രി പനി കൂടി വരച്ച് അവൾക്ക് വായിൽ നിന്ന് നൊരയും പതയും വന്നു തുടങ്ങി. ഞാനും അത് കണ്ട് വല്ലാതെ പേടിച്ച് രാത്രി വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ച് പനി കൂടിയതുകൊണ്ടാണെന്ന് പറഞ്ഞ് അന്ന് രാത്രി അവിടെ നിർത്തി. ഞങ്ങൾ കൂടെ നിന്നോളാം എന്ന് പറഞ്ഞ് വാർഡിനെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ വിട്ടു. ഹോസ്റ്റലിൽ നിന്ന് അറിയിച്ച പ്രകാരം ബാംഗ്ലൂരിൽ നിന്ന് അവിടെ അച്ഛൻ വിളിച്ച എൻ്റെ ഫോണിലേക്കായിരുന്നു. ഹലോ, ദേവനന്ദല്ലേ? ഞാൻ ചക്കിയുടെ സോറി അഖിലയുടെ അച്ഛനാ. എൻ്റെ മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അവൾ ഓക്കെയാ. അത് പനി കൂടിയതുകൊണ്ടാ. അവളിപ്പോൾ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഫോൺ എടുക്കാം. ഞാൻ നേരെ ഫോൺ സ്പീക്കറിലിട്ടുണ്ട് അവൾക്ക് നേരെ നീട്ടി. ഹലോ അച്ഛാ. മോളെ എന്താടാ, എന്തു പറ്റി? എന്ത്, നമ്മുടെ സ്ഥിരം ഫിക്സ് പണിയൊന്നു, ഈ പ്രാവശ്യം പനിയുടെ രൂപത്തിൽ. അവരുടെ സംസാരം കേട്ടുന്ന എനിക്ക് തന്നെ ചിരി വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വരാം മോളെ. പിന്നെ അമ്മയോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അബിയോടും. മോർണിംഗ് 10 മണിക്കാ അവൻ്റെ കമ്പനിയുടെ ഉദ്ഘാടനം. അച്ഛാ, നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരണ്ട, ഞാനിവിടെ ഓക്കെയാ. ഒരു ചെറിയ ക്ഷീണം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. പിന്നെ ഏട്ടനോടൊന്നും പറയണ്ട. ഏട്ടൻ്റെ ലൈഫിലെ ഒരു വലിയ ഡ്രീമാണിത്, സ്വന്തമായിട്ടൊരു കമ്പനി. അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പാവിതിന്. അതുകൊണ്ട് ഇനിയിത്തും പറഞ്ഞ് ഈ ദിവസത്തിൻ്റെ സന്തോഷം കളയണ്ട. പിന്നെ എനിക്കിവിടെ കൂട്ടായിട്ട് ഇവരൊക്കെ ഉണ്ട്. ഞാനിവിടെ ഓക്കെയാ. അറിയൂ ഷുവർ മോളെ? അതെ അച്ഛാ. എന്നാൽ നീ ദേവനന്ദക്ക് ഫോണൊന്നും കൊടുത്തേ. മോളെ, എന്നെ മോളെ ഒന്ന് ശ്രദ്ധിക്കണേ പ്ലീസ്. ടെൻഷൻ ആവേണ്ട, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ഫോൺ ഓഫ് ആക്കി. ഇപ്പം എങ്ങനെയുണ്ട്? ഫീൽ ബെറ്റർ ദേവ, താങ്ക്സ്. എന്തിന്? എൻ്റെ കൂടെ വന്നതിന്. ഞാനൊന്ന് ചിരിച്ചു. പിറ്റേ ദിവസം ഡിസ്ചാർജ് വാങ്ങി ഹോസ്റ്റലിലേക്ക് തന്നെ വന്നു. ആനിൻ്റെ വല്യമ്മച്ചി മരിച്ചുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. തിരിച്ച് ഹോസ്റ്റലിലെത്തിയ ഞാനൊരു കൂടപ്പിറപ്പ് പോലെ തന്നെയാണ് അവളെ ശ്രദ്ധിച്ച്. താഴെ മിസ്സിൽ പോയി കഞ്ഞി വാങ്ങി അത് അവൾക്ക് കോരിക്കൊടുത്തു. ഡ്രസ്സൊക്കെ അലക്കി കൊടുക്കും. മെഡിസിൻ എടുത്തു കൊടുത്ത് അവളെ സഹായിച്ചു. സദാസമയം പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ സമയമൊക്കെ അവൾക്ക് വേണ്ടി കൂട്ടിയിരുന്നപ്പോൾ ഇനി നീ പഠിക്കാൻ നോക്ക്, ഞാൻ ഓക്കെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾ പറയും. പക്ഷേ ആ 2-3 ദിവസം അവൾക്ക് നല്ല കെയർ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഇനിയും ബോഡി ടെമ്പറേച്ചർ കൂടിയാൽ ഇതുപോലെ അപസ്മാര സാധ്യതയുണ്ടെന്നും അതിനാൽ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഉറക്കത്തിൽ 2-3 പ്രാവശ്യം ഉണർന്നതിനെ തൊട്ടു നോക്കുന്ന ദേവയെ ചക്കിയോ അറിയുന്നുണ്ടായിരുന്നു. അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അമ്മയോട് പറയണ്ട, എൻ്റെ കൂടെ ദേവുണ്ടെന്ന് പറയും അവൾ. തൻ്റെ ഏട്ടൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണിതെന്നും അതിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് വന്നാൽ മതിയെന്നും അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിൽ പിന്നെ അവൾക്ക് എന്നോട് വല്ലാത്തൊരു ബന്ധം ഉടലെടുത്തു. ഒരുപാട് സംസാരിക്കും, ചിരിക്കും. അങ്ങനെ നാട്ടിലെത്തിയ ഞാൻ പിന്നെ എക്സാമിൻ്റെ തലേന്നാണ് തിരിച്ചെത്തിയത്. എന്നാലും ഫോണിൽ വിവരങ്ങളൊക്കെ അറിയാറുണ്ടായിരുന്നു. എക്സാമിൻ്റെ 3 ദിവസം മുമ്പ് ഞാൻ കോളേജിലേക്ക് ഇറങ്ങി. ഇന്നുകൂടി ലീവ് എടുക്കാൻ ചക്കിയെ ഞാനാണ് നിർബന്ധിച്ചത്. ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ അവളെ കാണാൻ അച്ഛനും അമ്മയും ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പോരാൻ സമയത്താണ് അച്ഛൻ ഇവിടെ പനിയെക്കുറിച്ചൊക്കെ അമ്മയോടും ചേട്ടനോടും പറയുന്നത്. അന്നേരം ഏട്ടനും പിന്നാലെ കൂടിയതാണ്. ദേവനന്ദ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. തന്നെ കണ്ടപ്പോൾ തന്നെ അമ്മ അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റു. അച്ഛൻ്റെ മുഖത്ത് നിറഞ്ഞ ചിരിയാണ്. മോളെ, ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ നിന്നതിന്. ആ അച്ഛൻ അവളോട് പറഞ്ഞു. എൻ്റെ മോൾക്ക് നിന്നെക്കുറിച്ച് പറയാനേ ഇപ്പം നേരമുള്ളൂ. ഇങ്ങനെ ഒരാളെക്കുറിച്ച് അവൾ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. നല്ല കുട്ടിയാ നീ. അമ്മേൻ്റെ കവിളിൽ തലോടി. അപ്പോഴാണ് ഒരുത്തൻ ഫോണും കട്ടായിക്കൊണ്ട് അകത്തേക്ക് വന്ന്. ഏട്ടാ, ഇതാണ് ദേവനന്ദ, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഹായ്, ഐ എം അഭിജിത്ത്. അവൻ ചിരിച്ചുകൊണ്ട് എനിക്ക് നേരെ കൈ നീട്ടി. ഞാനും നിറഞ്ഞ ചിരിയോടെ ആ കൈകളിൽ കൈ ചേർത്തിരുന്നു. മോളുടെ അച്ഛനും അമ്മയൊക്കെ? അത് എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, ഞാൻ അച്ഛമ്മയോടൊപ്പമാണ് താമസിക്കുന്നത്. ഒരു കുഞ്ഞു ചിരിയോടെ തന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. എന്നാൽ അത് കേട്ടപ്പോൾ അത്രയും നേരം ഉണ്ടായിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ചിരി മാഞ്ഞു. ചോദിക്കേണ്ടിയിരുന്നില്ല എന്നൊരു വിഷമം തോന്നി. പക്ഷേ തനിക്ക് വിഷമാവുന്ന രീതി തന്നെയാണ് പിന്നീട് അവർ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതിരുന്നത്. എന്നാൽ തൻ്റെ മുഖത്ത് അന്നേരം ഒളിപ്പിക്കാൻ ശ്രമിച്ച ആ കുഞ്ഞു സങ്കടം ചക്കി ശ്രദ്ധിച്ചിരുന്നു. ഒരാളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണെങ്കിലും ഞാൻ ഇനി എക്സാം കഴിഞ്ഞേ ഉള്ളൂ, ഇവിടെ ആകുമ്പോൾ എന്നെ കണ്ടെങ്കിൽ കണ്ടക്ഷൻ പഠിക്കുമെന്നും പറഞ്ഞ് അവൾ അവരെ യാത്രയാക്കി. ഏട്ടനും നേരെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞ് നല്ല പക്വതയോടെയും വ്യക്തമായുമുള്ള പെരുമാറ്റം, സ്വന്തം അനിയത്തിയോടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള കരുതൽ, സ്നേഹം, അങ്ങനെയാണ് എനിക്കന്ന് അഭിയേട്ടനെ കണ്ടപ്പോൾ തോന്നിയത്. പോയപ്പോൾ ഞാൻ കുളിക്കാൻ കയറി. ബാത്റൂമിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാണ് ഇറങ്ങിയത്. ഇതുപോലെ തന്നെ തേടി വരാൻ ഒരച്ഛനും അമ്മയും ഇല്ലല്ലോ. വെറുതെ ഒരു സങ്കടം. വല്ലപ്പോഴുമൊക്കെ ചെറിയച്ഛൻ വരും. പിന്നെ ലീവിന് ഞാൻ അങ്ങോട്ട് പോവാറുണ്ട്. ഇനി അവിടെ ചെന്നാലും താൻ പഠിക്കാൻ പോയതുള്ള അനിഷ്ടം അവരെല്ലാം കൂടി തീർക്കും. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും കാര്യമാക്കാറില്ല. കുളി കഴിഞ്ഞിറങ്ങിയ തന്നെ തുറച്ചു നോക്കി നിൽക്കുന്നുണ്ട് പുറത്തെ ചക്കി. സോറി. ആൾ വേഗം തന്നെ കെട്ടിപ്പിടിച്ചു.
ഇങ്ങനെ ഒറ്റക്കാണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവൾക്കും അറിയണമായിരുന്നു എൻ്റെ ജീവിതത്തെക്കുറിച്ച്. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചത്, അമ്മ എന്നെ വിട്ടുപോയത്, അച്ഛമ്മയുടെ ശിക്ഷണത്തിൽ വളർന്നു, ഒടുവിൽ പഠിക്കാൻ ഇവിടം വരെ എത്തിയത് എല്ലാം അവൾക്ക് വേണ്ടി ഒരു കഥ പോലെ പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ടും ഒന്നും പറയാതെ എന്നെ നോക്കി, പിന്നെ കെട്ടിപ്പിടിച്ച് കവളിൽ അമർത്തി ഉമ്മവച്ചു. ഇനി മുതൽ ഞാനുണ്ട് കേട്ടോ, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്, പിന്നെ ഏട്ടനുണ്ട്. പക്ഷെ ഏട്ടനായിട്ട് തരില്ല, വേണമെങ്കിൽ എൻ്റെ ഏട്ടത്തിയമ്മ ആയിക്കോ. അന്ന് കളിയാക്കിയിട്ട് ആ പെണ്ണ് കുറുമ്പോടെ പറഞ്ഞിരുന്നു. പിന്നീട് അങ്ങോട്ട് എനിക്കെല്ലാം തികഞ്ഞൊരു കൂട്ടുകാരിയായി മാറി എൻ്റെ ചക്കി. ഞാൻ സെക്കൻഡ് ഇയറിന് കയറിയപ്പോൾ അവൾ എനിക്ക് സീനിയറായി. ഒരു ഓണാവധിക്ക് എൻ്റെ കൂടെ 2 ദിവസം തറവാട്ടിൽ നിൽക്കാൻ വന്നിരുന്ന അവൾ. മോഡേൺ രീതിയിലുള്ള അവളുടെ പെരുമാറ്റവും പരിഷ്കാരങ്ങളൊന്നും അച്ചമ്മയ്ക്ക് ധൈര്യം പിടിച്ചില്ല. പക്ഷേ പുറത്ത് പഠിക്കുന്ന അച്ചമ്മയുടെ പേരക്കുട്ടികൾ അവർക്കെല്ലാം തികഞ്ഞവരായിരുന്നു. നാട്ടിലേക്ക് വരുന്ന അവർ ഊട്ടുന്നതും ഉറക്കുന്നതൊക്കെ നമ്മളൊന്ന് കാണേണ്ടതാണ്. എന്നോട് എൻ്റെ സുഹൃത്തുക്കളോട് മാത്രം അച്ചമ്മ എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവരുടെ കൂടെ കൂടി അച്ചമ്മയ്ക്ക് പിടിച്ചാൽ കിട്ടാതെ ദൂരത്തേക്ക് പോകുമോ എന്ന് ഭയന്നിട്ടാവണം. എടി ദേവ, നിന്റെ തറവാടും പരിസരമൊക്കെ സെറ്റ്, ബട്ട് യുവർ ഗ്രാൻഡ് മ ആളത്ര വെടിപ്പല്ലോ. യുവർ ചെറിയച്ഛൻ ഈസ് ഓക്കെ. അവിടുന്ന് മടങ്ങുന്ന നേരം അവൾ അന്ന് പറഞ്ഞതാണ്. എന്നാലും എന്നെ വളർത്തി ഇത്രയും വലുതാക്കിയില്ലേ, ആ നന്ദി ഞാൻ കാണിക്കണ്ടടി ദേവ. ഐ തിങ്ക് നിന്നെ കൊണ്ട് അവർക്ക് എന്തൊക്കെയോ ഉദ്ദേശങ്ങളുണ്ട്, എന്തോ എനിക്കങ്ങനെ തോന്നി. അതിന് ഞാനും ഒന്നും മന്ദസിച്ചതേയുള്ളൂ. പിന്നെയും ഞങ്ങളുടെ ബന്ധം ശക്തമായി വളർന്നു. എൻ്റെ എല്ലാമായി എൻ്റെ ചക്കി. അതിനിടയിൽ ചിലപ്പോഴൊക്കെ അവിടെ ഈ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ഒരു വീക്കെൻഡിൽ അച്ഛമ്മ അറിയാതെ ചെറിയച്ഛനോട് ചോദിച്ച് 2 ദിവസം ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. എൻ്റെ കഥയൊക്കെ ചക്കി പറഞ്ഞിട്ടായിരിക്കണം ഇവിടുത്തെ അച്ഛനും അമ്മയും അവളെപ്പോൾ തന്നെയാണ് എന്നെയും കണ്ടിരുന്നത്. അന്ന് ചിക്കൻ ബോക്സ് ഒന്നൊരാഴ്ച തറവാടിലായിരുന്നപ്പോഴും ചെറിയച്ഛൻ്റെ ഫോണിലേക്ക് ഇവിടുത്തെ അമ്മ മുടങ്ങാതെ വിളിച്ചിരുന്നു. ചക്കിയുടെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ 3rd ഇയറായി. ക്ലാസ് തുടങ്ങിയിട്ടില്ല. അവളും തുടർന്ന് ഈ കോളേജിൽ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഏട്ടൻ്റെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോരാൻ പറഞ്ഞിട്ട് അവൾ പോയില്ല. കാരണം അത് ഞാൻ തന്നെയായിരുന്നു. 2ാം വർഷം കഴിഞ്ഞ് ആ വേനലവധിക്ക് തറവാടിന് മുറ്റത്തൊരു കാർ വന്ന് നിന്നു. ചക്കി അന്ന് കുറച്ച് ദിവസത്തേക്ക് ബാംഗ്ലൂരിൽ താമസിക്കാൻ പോയിരുന്നു. അതിൽ നിന്നും പ്രൗഢിയോടെ ഒരു സ്ത്രീയും പുരുഷനും ഇറങ്ങി വന്നു. അച്ചമ്മയോടുള്ള അവരുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് അവർക്ക് മുമ്പ് പരിചയമുള്ളവരാണെന്ന്. നന്ദു മോളെ, വേഗം വാ, നിന്നെ കാണാൻ ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. ആരാ ചെറിയമ്മേ? അതെല്ലാം അച്ചമ്മ പറയും. ചെറിയമ്മയുടെ സംസാരത്തിൽ നല്ല മയം. മുഖമൊന്ന് കഴുകി കണ്ണാടിയിൽ നോക്കി പൊട്ടും കുത്തി ഞാൻ താഴോട്ട് ഇറങ്ങി. അകത്തളത്തിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ചെറിയച്ഛൻ അച്ചമ്മയ്ക്ക് പിന്നിലായി നിൽക്കുന്നു. നന്ദു മോളെ, ഇവർ നിന്നെ കാണാൻ വന്ന. അച്ചമ്മയിൽ ഇതുവരെ കാണാത്തൊരു സ്നേഹം. ഇത് മഹേന്ദ്രവർമ്മ, ഭാര്യ ദ്രൗപദി, അങ്ങ് കിഴക്ക് പേരൂർ മനയിലെ പഴയ കുടുംബത്തിന്നാ. അവരെനിക്ക് പരിചയപ്പെടുത്തി തന്നു. ഇതാണ് ദേവനന്ദ, എൻ്റെ കൊച്ചുമോള്. ആ വന്നവർക്ക് തന്നെ നന്നായി ബോധിച്ചു എന്ന് അവരുടെ മുഖത്തുനിന്ന് മനസ്സിലായി. ഇവര് മോളെ പെണ്ണ് കാണാൻ വന്നതാ, ഇവരുടെ മകൻ ആനന്ദവർമ്മയ്ക്ക്. അച്ചമ്മയുടെ സംസാരം കേട്ട് ഞാൻ ഞെട്ടിത്തെരിച്ച് നോക്കിയ ചെറിയച്ഛനെയായിരുന്നു. തൻ്റെ നോട്ടം കാണെ അദ്ദേഹം ഒന്ന് തലകുനിച്ചു. എൻ്റെ പഠിപ്പ് ഡിഗ്രി ഇനി അവസാന വർഷം കൂടിയേ ഉള്ളൂ. എന്തിനെന്നറിയാതെ ഒരു സങ്കടം കണ്ണുനീരായി ഉരുണ്ടുകൂടിയെങ്കിലും അത് പുറമേ കാണിച്ചില്ല. അമ്മായിയും ചെറിയമ്മയും എല്ലാവരും വാതിൽക്കിൽ തന്നെയുണ്ട്. ആരും ഒന്നും പറഞ്ഞില്ല. തങ്ങളുടെ മക്കളെല്ലാം നന്നായി പഠിച്ച് ജോലി നേടണം എന്ന് പറയുന്നവർക്ക് ഞാൻ മാത്രം എന്താ ഇങ്ങനെ? ആരിലും തന്നോടൊരു സഹതാപവുമില്ല. ചെറിയച്ഛൻ മാത്രം എൻ്റെ മുഖം കാണേണ്ടെന്ന രീതിയിൽ തലകുനിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവരോട് എന്തു പറയാൻ? വീണ്ടും അവരെന്നെ വിലയുറപ്പിക്കലേക്ക് തിരിഞ്ഞപ്പോൾ ഞാനും നിർവികാരമായ മനസ്സോടെ അടുക്കളയിലേക്ക് പോയി. വന്നവരിനി നേരെ താലികെട്ടുള്ള ഒരു ദിവസം ഉറപ്പിക്കാൻ വരാമെന്ന് പറഞ്ഞ് പോയി. ചെറിയച്ഛ, അച്ഛമ്മ, എനിക്കിപ്പോൾ ഒരു വിവാഹം വേണ്ട, എനിക്ക് കുറച്ചുകൂടെ പഠിക്കണം. അവർ പോയപ്പോൾ എല്ലാവരെയും മുമ്പിൽ നിന്നൊന്ന് കെഞ്ചിപ്പോയി. കേട്ടില്ലേ രാഘവ, അന്ന് നിന്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ട് ഞാൻ ഇവളെ കോളേജിൽ വിട്ടതാ. ഇപ്പൊ പെണ്ണ് നമ്മുടെ രണ്ടാളുടെയും തലയിൽ കയറുന്ന കണ്ടില്ലേ നീ? ദേ, ഞാൻ പറഞ്ഞങ്ങ് അനുസരിച്ചാൽ മതി. തന്ത മരിച്ചപ്പോൾ തള്ളയിട്ടേച്ച് പോയ നിന്നെ വളർത്തിയെടുത്ത് എനിക്കറിയാം. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന്. ശരിയാണ്, തന്നെ ഇത്രയും വളർത്തിയവരാണ്. ഇനി ഞാൻ അവരോട് എന്ത് പറയണം? എന്തായാലും നിങ്ങൾ തീരുമാനിച്ചോളൂ. പക്ഷെ എനിക്ക് പഠിക്കണം. എവിടെയായാലും എങ്ങനെയായാലും ഈ ഒരു വർഷം കൂടിയും ഡിഗ്രി, അത് പൂർത്തീകരിക്കാൻ അതിനെങ്കിലും ഒന്ന് സമ്മതിക്കണം. അതും പറഞ്ഞുകൊണ്ട് മറുപടി എന്താണെന്നറിയാമായിട്ടും കേൾക്കാൻ ത്രാണിയില്ലാതെ വീണ്ടും കണ്ണീരോടെ മുകളിലേക്കുള്ള പടികൾ കയറി. ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. എന്തൊക്കെയോ ചെയ്യണമെന്ന് വിളിച്ചു പറയണമെന്നൊക്കെയുണ്ട്. പക്ഷേ ധൈര്യം അതിന് മാത്രം കഴിയുന്നില്ല. പെണ്ണിന് വിവാഹപ്രായമായില്ലേ എന്ന് +2 കഴിഞ്ഞ മുതൽ അച്ചമ്മയോട് ചോദിക്കുന്നുണ്ട്. ഓർക്കുമ്പോഴെല്ലാം കൂടെ ഭ്രാന്തെടുക്കുന്ന പോലെ. ആ വൈകുന്നേരവും അങ്ങനെ ശാന്തമായി തന്നെ കഴിഞ്ഞു. രാത്രി അത്താഴത്തിന് ചെറിയമ്മ ഒന്ന് വിളിച്ചെങ്കിലും വേണ്ട, നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. അല്ലെങ്കിൽ അവർ വെറുതെ ഒന്ന് കർമ്മം കഴിച്ച് പോയതാണ്. രാത്രി കുറച്ചായപ്പോഴാണ് വിശപ്പിന്റെ വിളിയുണ്ടായത്. തറവാട്ടിലെല്ലാവരും നേരത്തെ കഴിച്ച് കിടക്കുന്നവരാണ്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേൽക്കാനാണിത്. അടുക്കള അടച്ചിട്ടുണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാലോ എന്ന ചിന്തയിലാണ് പടികളിറങ്ങിയത്. ഇടനാഴിയിലൊരു കുഞ്ഞു ബൾബെന്നും കത്തിച്ചിടാറുണ്ട്. അമ്മ എന്താ ഈ പറയുന്നത്? അതുപോലൊരു ചെക്കിന് നമ്മുടെ നന്ദുമോളെ. ആ ചെക്കൻ്റെ കൂടെ നിന്നവരാരും ഒരു രാത്രി അധികം കഴിഞ്ഞിട്ടില്ലെന്നാ ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. രാഘവ, കുറച്ചൊക്കെ എനിക്കറിയാം.
ദ്രൗപദി തന്നെ എന്നോട് പറഞ്ഞു. മാനസിക വൈകല്യം ഉണ്ടെന്ന് വെച്ച് അതിപ്പോൾ ചികിത്സിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇതുപോലൊരു സ്വത്തും സമ്പാദ്യങ്ങളുള്ളൊരിടത്തേക്ക് ഇനി അവൾക്ക് സ്വപ്നം കാണാൻ പോലും ആവില്ല. പേരൂർ മനയിലേക്ക് ഒരു ബന്ധമെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗ്യ. പിന്നെ അസുഖത്തിന് നല്ല ചികിത്സയും ഇവളെ പോലൊരു കുട്ടിയുടെ പരിചരണം ഉണ്ടാകുമ്പോൾ ഒക്കെ ശരിയാവും. നീ ഇനി ഇത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞു. മറ്റന്നാൾ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ഒരു ചെറിയ താലികെട്ട്. ചെക്കൻ അന്നേ വരൂ. ചികിത്സയുടെ ഭാഗമായിട്ട് പുറത്തെവിടെയാ. പിന്നെ പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ ഈ മംഗളത്തി വിലാസിനിക്കാവില്ല. പിന്നെയൊന്നും പറയാനില്ലാത്ത പോലെ ചെറിയച്ഛൻ തലയും കുനിച്ച് റൂമിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടപ്പോഴേക്കും താൻ വേഗം ഇറങ്ങിയ സ്റ്റെപ്പുകൾ ഓടിക്കയറി റൂമിൽ വാതിലടച്ചു. കേട്ടതിൻ്റെ വിറയലിൽ ശ്വാസത്തെ ഒന്ന് പുറത്താക്കാൻ ആഞ്ഞു കിതച്ചു. താൻ ഈ കേട്ടതൊക്കെ യാഥാർത്ഥ്യമാവില്ലേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചു. താൻ മാനസികാരോഗ്യമുള്ള ഒരാളുടെ പരീക്ഷണ വസ്തുവായി മാറാൻ പോവുകയാണ്. താഴെ അച്ഛമ്മയും ചെറിയച്ഛനും തമ്മിലുള്ള തർക്കം വീണ്ടും ഉള്ളിൽ കിടന്ന് പിടച്ചു. വീണ്ടും ഏതോ ലോകത്ത് അങ്ങനെ ഇരുന്നു. തലയിണിൽ കിടക്കുന്ന തൻ്റെ കുഞ്ഞു ഫോൺ നിർത്താതെ അടിക്കുന്നുണ്ട്. ചക്കിയാണ്. അല്ലെങ്കിൽ ഇപ്പോഴെന്നും അവൾ ഈ നേരത്തെ തന്നെയാണ് വിളിക്കാറ്. ബാംഗ്ലൂരിലായ അവൾക്ക് ഇപ്പോഴാണ് അവിടെ ഫ്രീ ആവുന്നത്. പക്ഷെ എടുക്കാനാവുന്നില്ല. എൻ്റെ സ്വരത്തിലെ ഒരു മാറ്റം പോലും തിരിച്ചറിയുന്നവളാണ്. പക്ഷെ അവളോട് പറഞ്ഞിട്ടും ഇതിന് ഇനിയൊരു പരിഹാരം ഉണ്ടാവില്ല. ഇത് തൻ്റെ വിധിയാണ്. വേണ്ട, വെറുതെ അവളെ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കണ്ട. അടിച്ചുകൊണ്ടിരിക്കുന്ന ഫോണിലേക്ക് തന്നെ തുറിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റൂമിൻ്റെ വാതിൽ തുറന്ന് ചെറിയച്ഛൻ അകത്തേക്ക് കയറി വാതിലടച്ച്. മോളെ ദേവാ, നിന്റെ ഫോൺ അടിക്കുന്നുണ്ടല്ലോ, എന്താ എടുക്കാത്ത? നിറഞ്ഞ കണ്ണുകളോടെ ചെറിയച്ഛനെ നോക്കി. മോളെ, ഞാനൊരു കാര്യം പറയാനാ വന്ന്. അച്ചമ്മ നിശ്ചയിച്ച് ഈ വിവാഹം ഒരിക്കലും നടക്കരുത്. അത് പാടില്ല. ആ ചെറുക്കിനൊരു മാനസിക വിഭ്രാന്തിയുള്ള കുട്ടിയാ. പിന്നെ അതിൻ്റെ വിവാഹം 2-3 തവണ കഴിഞ്ഞതാ. അതിൻ്റെ കൂടെ കഴിഞ്ഞ പെൺകുട്ടികളെല്ലാം അത് ക്രൂരായിട്ട് ഉപദ്രവിക്കത്രേ. ഞാനിന്ന് അവിടെയുള്ള എൻ്റെ ഒരു പഴയ സുഹൃത്ത് മധുവിനെ കണ്ടിരുന്നു. അവനോട് അന്വേഷിച്ചപ്പോഴാണ് അവനിത് പറഞ്ഞ്. ഇനി പഠിച്ചില്ലേലും എൻ്റെ കുട്ടി സമാധാനത്തോടെ എവിടെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവൻ പറഞ്ഞത് ഇതൊരിക്കലും നടത്തി കൊടുക്കില്ലേ എന്നാ. അവൻ അങ്ങനെ എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കാരണം ഉണ്ടാവും. പക്ഷേ അച്ചമ്മ ഇതൊന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. മറ്റന്നാൾ കുടുംബക്ഷേത്രത്തിൽ വെച്ചൊരു ചെറു ചടങ്ങാക്കി നിങ്ങളുടെ വിവാഹം നടത്താനാണ് തീരുമാനം. ഈ ചെറുക്കൻ ഇങ്ങനെ ആയത് കാരണം ആർക്കും വലിയ ആഘോഷമായിട്ടൊന്നും വേണ്ടത്രേ. പക്ഷേ ഇത് നടക്കാൻ പാടില്ല എൻ്റെ മോളെ. അതിന് ചെറിയച്ഛൻ ജീവനുണ്ടെങ്കിൽ സമ്മതിക്കില്ല. എനിക്കെൻ്റെ 2 മക്കളെ പോലെ തന്നെയാണ് നീയും. ഇവിടെ ഈ 4 കെട്ടിൽ ഇങ്ങനെ ഒടുങ്ങുമെന്ന് അറിയാവുന്നതുകൊണ്ടാ അന്ന് അമ്മ ഒരുപാട് എത്തിയിട്ടും അവരെ ഞാൻ ദൂരേക്ക് പഠിക്കാൻ അയച്ചത്. അതേ ഉദ്ദേശത്തിൽ തന്നെയാണ് നിന്നെയും കോളേജിലേക്ക് വിട്ടത്. പക്ഷേ നിന്റെ കാര്യത്തിൽ എനിക്ക് മാത്രം ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല കുട്ടി. എന്നാൽ ഇനിയും ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ ഗതികേട് താങ്ങാൻ ചിലപ്പോൾ നിനക്ക് തന്നെ കഴിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഇനി ഇവിടെ നിൽക്കണ്ട. എല്ലാം റെഡിയാക്കി വെച്ച ശേഷം തക്കം കിട്ടുമ്പോൾ ഞാൻ തന്നെ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ടുവിടാം. പിന്നെ ചക്കിമോള് ബാംഗ്ലൂരാണെന്നല്ലേ പറഞ്ഞ് അങ്ങോട്ട് പോയാൽ മതി. ചെറിയച്ഛന് എന്നെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞയക്കാനുള്ള ഒരു തിടുക്കമുണ്ട്. വേണ്ട ചെറിയച്ഛ, ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല. ഇതിങ്ങനെ തന്നെ നടക്കട്ടെ. ഞാനിനി എവിടെ ചെന്നാലും എല്ലാവർക്കും ഒരു ഭാരമായി തീരുകയുള്ളൂ. അത് പറയുന്നതിനിടയിലും ഫോണിൽ ചക്കിയുടെ നമ്പർ ഒച്ചപ്പാട് ഉണ്ടായിക്കൊണ്ടിരുന്നു. താനിത് പറയുമ്പോഴും ചെറിയച്ഛൻ്റെ നോട്ടം ഫോണിൽ ചക്കി എന്ന നമ്പറിലേക്കായിരുന്നു. ഒറ്റക്കുതിപ്പിൽ അവർ ആ ഫോൺ എടുത്തു. ഡി ദേവാ, എവിടെയാ നീ? എന്താ ഫോൺ എടുക്കാത്ത? മറുതലക്കിൽ നിന്ന് ചക്കിയുടെ ശബ്ദം. മോളെ, ഇത് ചെറിയച്ഛനാ. എന്താങ്കിൽ ദേവ എവിടെ? വേണ്ട ചെറിയച്ഛ, ഒന്നും പറയണ്ട. ഞാൻ ഒരുപാട് വിലക്കി. പക്ഷെ അദ്ദേഹത്തിനൊരു വാശിയായിരുന്നു. ചക്കി മോളെ, ദേവയുടെ വിവാഹം ഉറപ്പിച്ചു അച്ചമ്മ മറ്റന്നാൾ. പക്ഷെ അതൊരിക്കലും നടക്കാൻ പാടില്ല. അവനൊരു മുഴുവൻ ഭ്രാന്തനാ. അവൻ എൻ്റെ മോളെ കൊല്ലും. നീ എൻ്റെ കുട്ടിയെ രക്ഷിക്കില്ലേ? അവൾക്ക് ആരുമില്ല. എല്ലാം നഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞ് വീണ്ടും ഈ നശിച്ച തറവാട്ടിൽ ഒതുങ്ങിത്തീരും. മോൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ? അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ചെറിയച്ഛൻ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്തൊരു 5 സെക്കൻഡ് സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത. ചക്കി മോളെ, ഞാൻ ഫോൺ വാങ്ങാൻ ഒരുങ്ങുന്നതിന് മുന്നേ വീണ്ടും ചെറിയച്ഛൻ വിളിക്കുന്നുണ്ട്. എന്നാങ്കിലെ വിവാഹം? മറ്റന്നാ. അങ്കിൾ പേടിക്കണ്ട, അത് നടക്കില്ല. ആളുടെ വിവാഹം നടക്കും. പക്ഷെ അതൊരിക്കലും അയാളുമായിട്ടാവില്ല. ഞാൻ എത്തും അവിടെ. ദേവ എവിടെ? ആൾക്കൊന്ന് ഫോൺ എടുക്കുമോ? ആ മോളെ. അദ്ദേഹം ചെറിയൊരു ആശ്വാസത്തോടെ ഫോൺ എനിക്ക് നീട്ടി. ദേവ, ചക്കി പേടിച്ചോടി നീ? പേടിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ ഇല്ലേ. അരുതാത്ത ഒന്നും സംഭവിക്കില്ല. ഇനി ഇതും ആലോചിച്ചിരിക്കാതെ വേഗം കിടന്നുറങ്ങാൻ നോക്ക്. നീ അങ്കിളിന് ഒന്നുകൂടെ ഫോൺ എടുത്തേ. ഞാൻ വിറച്ചുകൊണ്ട് വീണ്ടും ചെറിയച്ഛന് ഫോൺ കൈമാറി. അങ്കിളുടെ നമ്പർ എനിക്കൊന്ന് പറഞ്ഞു തന്നേ. ചെറിയച്ഛൻ നമ്പർ കൊടുക്കുന്നു. പിന്നെ ഫോൺ കട്ടാവുന്നൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി മോള് കിടന്നു. ചക്കി മോളെന്നെ വിളിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എൻ്റെ നന്ദൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. തൻ്റെ പൊന്നുമോളുടെ ദുരിതം കണ്ട് അത് വീണ്ടും ഈ ഭൂമിയിൽ അങ്ങനെ എന്നെയും ശപിച്ചുകൊണ്ടാലെയും. ഇനി കിടന്നു, ഒന്നും സംഭവിക്കില്ല. അദ്ദേഹം അതും പറഞ്ഞ് ധൃതിയോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പിറ്റേന്ന് താനും വളരെ വൈകിയാണ് എണീറ്റത്. കരഞ്ഞു വീർത്ത കൺപോളയും മുഖവും എല്ലാം അമർത്തി കഴുകി താഴെ അടുക്കളയിൽ അമ്മായും ചെറിയമ്മയും ഉണ്ട്.
സാധാരണ താനൊന്ന് വൈകിയാൽ എന്തെങ്കിലുമൊക്കെ പറയുന്നവരാണ്. ഇന്ന് പതിവിന് വിപരീതമായി ഒരു പ്ലേറ്റിൽ തനിക്ക് 2 ദോശയും ചട്നി ഒഴിച്ച് മുന്നിൽ കൊണ്ടുവന്ന് തന്നു. സാതാപത്തിൻ്റെയും പുച്ഛ നിറച്ചതുമായ ഒരു ചിരിയുണ്ട് രണ്ടാളുടെയും മുഖത്ത്. ഒരു 10 മണിയായപ്പോഴേക്കും തറവാടിന് മുറ്റത്തൊരു കാറിൽ 2-3 സ്ത്രീകൾ വന്നു. ഒരു കൂട്ടം കവറുമായി ടൗണിൽ ഏതോ വസ്ത്രക്കടയിൽ നിന്നാണ് അവർ. അച്ഛമ്മ വിളിച്ചു വരുത്തിയതാണ്. ഇനി അവിടെ പോവാനോ വാങ്ങാനോ ഒന്നും സമയമില്ലെന്ന്. ഞാൻ അപ്പോഴത് നോക്കാനോ കാണാനോ പോയില്ല. ആരും തന്നെ അങ്ങോട്ട് വിളിച്ചുമില്ല. ആരൊക്കെയോ ചേർന്ന് കച്ചവടം ഉറപ്പിച്ച് വിൽക്കും പോലെ അന്ന് ആദ്യമായി തന്നെ ജനിപ്പിച്ചവരോട് ദേഷ്യം തോന്നിപ്പോയി. അമ്മായിക്കും ചെറിയമ്മയ്ക്കും എല്ലാം ഭയങ്കര ആവേശമാണ്. എല്ലാം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന തൻ്റെ കയ്യിൽ അമർത്തി പിടിച്ച് ചെറിയച്ഛൻ കണ്ണടച്ച് കാണിച്ചു. അപ്പോഴും തനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ആരെയും ക്ഷണിച്ചിട്ടില്ല. അച്ഛമ്മ ചിലരോടൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പെട്ടെന്ന് വേണ്ടി വന്നുകൊണ്ടാണെന്നൊക്കെ ഫോണിൽ പറയുന്നത് കേൾക്കാം. ചിലരൊക്കെ നാളെ താലികെട്ടിന് സമയമാകുമ്പോൾ ക്ഷേത്രത്തിൽ എത്തുമത്രേ. അപ്പോഴും തന്നെ ആരും കണ്ടില്ല. അഭിപ്രായം ചോദിച്ചില്ല. രാത്രിയിൽ ഭക്ഷണം കഴിച്ചപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി നൊമ്പരത്തിൻ്റെ മുറിവ് വീണ്ടും വീണ്ടും വേദനിപ്പിച്ചു. റൂമിലേക്ക് കയറാൻ നേരം അച്ഛമ്മ വിളിച്ചു. നാളെ 9 മണിക്കാ മുഹൂർത്തം. കൃത്യം 5 മണിക്കിലധികം വരെ നിന്നെ ഒരുക്കാൻ. എന്നോട് നിനക്ക് ദേഷ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ, നിന്റെ വിവാഹം കൂടി എൻ്റെ ബാധ്യതയല്ലേ. അതും പറഞ്ഞ് അവരൊന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് കണ്ണട നേരെയാക്കി റൂമിലേക്ക് കയറിപ്പോയി. നാളെ ആ രാത്രി കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കെന്നല്ല ആർക്കൊരു ബാധ്യതയാവാതെ ഞാൻ ഈ ലോകത്തു നിന്ന് തന്നെ പോവും. തിരിഞ്ഞടന്നു പോകുന്ന അവരെ നോക്കി ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. അന്ന് രാത്രി കിടക്കാൻ നേരം ആ കുഞ്ഞു ഫോണിൽ ചക്കിയുടെ ഒരു മെസ്സേജ് വന്നു. പേടിക്കണ്ട, ഞങ്ങൾ എത്തുമെന്നായിരുന്നു അത്. സത്യത്തിൽ എനിക്കത് കണ്ടപ്പോൾ കരച്ചിലായിരുന്നു വന്നത്. വന്നില്ലെങ്കിൽ എന്നെ അന്വേഷിച്ചല്ലോ. നീ വരണ്ട, നിന്റെ മുമ്പിൽ ഞാൻ അങ്ങനെ നിൽക്കുന്നത് നീ കാണണ്ട. നീ എന്നല്ല ആരും കാണണ്ട എന്നവൾക്ക് തിരിച്ച് ടൈപ്പ് ചെയ്ത് അയക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതും ചെയ്തില്ല. നാളെ തൻ്റെ വിധി ഓർക്കുമ്പോൾ തന്നെ പേടികൊണ്ട് ഹൃദയം തുള്ളി വിറച്ച് താഴോട്ട് ചാടും പോലെ. ഇനിയും അത് ഓർത്തിരുന്നാൽ താൻ ശ്വാസം മുട്ടി മരിച്ചു പോകും. അവൾ തളർച്ചയോടെ വെറും നിലത്ത് തറയിലേക്ക് ചാരിയിരുന്നു. റൂമിലെ വെളിച്ചം പോലും കെടുത്താതെ അങ്ങനെ എപ്പോഴോ ഉറങ്ങിപ്പോയി. പുലർച്ചെ വികൃതമായ ചിരിയോട് ആർത്തി ചിരിച്ചുകൊണ്ട് ഒരാൾ തൻ്റെ നേരെ പാഞ്ഞെടുക്കുന്ന സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. അച്ഛാ, ഒരു വിളിയോടെ ആ നിലത്തുനിന്ന് എഴുന്നേറ്റു. അപ്പോൾ തന്നെയാണ് വാതിൽ മുട്ടുകേട്ടത്. ചെറിയമ്മയാണ്. വേഗം എഴുന്നേൽക്ക്, ലതിക ഇപ്പോൾ വരും. അതും പറഞ്ഞവർ താഴോട്ട് പോയി. നിർജീവമായ മനസ്സോടെ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. മേലെ കറങ്ങുന്ന ഫാനിൻ്റെ കമ്പിൽ ഒരു ഷോള് മുറുക്കി ജീവൻ കളഞ്ഞാലോ എന്നുവരെ ചിന്തിച്ചു പോയ നിമിഷം. പക്ഷേ പ്രാണഭയം കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ലതിക കൃത്യം 6 മണിക്ക് തന്നെ വന്നു. അവിടെയുള്ള ഒട്ടുമിക്കവർക്കും സാരി ഉറ്റി അണിയിച്ചൊരുക്കുന്ന അവർ തന്നെയാണ്. തന്നെ നോക്കി ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഭംഗിയായി സാരി ഉടുപ്പിച്ച് കണ്ണാടിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. ഒരുങ്ങിക്കഴിഞ്ഞ് എൻ്റെ കവിളിലും തലോടിക്കൊണ്ട് താഴോട്ട് ഇറക്കിയത് അവരാണ്. അപ്പോഴേക്കും താഴെ അച്ഛമ്മയുടെ 2-3 ബന്ധുക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരിലും സന്തോഷം മാത്രം. താൻ ആരെയും നോക്കിയില്ല. തലേന്ന് പുസ്തകങ്ങളെല്ലാം എടുത്ത് പൂട്ടി വെച്ച അലമാരയുടെ താക്കോൽ ചെറിയച്ഛൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അദ്ദേഹം അപ്പോഴും തൻ്റെ കയ്യിലൊന്ന് പിടിച്ച് കണ്ണടച്ച് കാണിച്ചു. പിന്നെ ആരോ തന്ന ഒരു ഗ്ലാസ് പാലും പഴവും പുഴുങ്ങിയതും കഴിച്ചു. ഒരു 8:30 ആയപ്പോഴേക്കും അവർ പുറപ്പെട്ടിട്ടുണ്ടെന്ന വിവരം കിട്ടി. ഞങ്ങൾക്ക് അവിടുന്ന് ഒരു 10 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ. വീടിൻ്റെ പിന്നാമ്പുറത്തെ മൺറോഡിലൂടെ കുറച്ച് നടന്നാൽ മതി, കുടുംബക്ഷേത്രത്തിലെത്തും. ഞാൻ അവിടുന്ന് ചലനം മറ്റ് വീണിരുന്നെങ്കിലെന്ന് വരെ അത്യധികം ആഗ്രഹിച്ചു. നിങ്ങൾ വരും, ഞാനിവിടെയും കൊണ്ട് ഇറങ്ങുക. അവിടെ നന്ദൻ്റെ അസ്ഥിത്തറയിലൊന്ന് പോകണം. ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളങ്ങ് എത്തിക്കോളാം. നിങ്ങളെല്ലാവരും കൂടെ നമ്മുടെ വണ്ടിയിൽ പോകുന്നുള്ളൂ. ചെറിയച്ഛൻ അതും പറഞ്ഞ് തൻ്റെ കൈ പിടിച്ചിറങ്ങി. എന്നാൽ ഞാൻ വരാമെന്ന് പറഞ്ഞ് ചെറിയമ്മയും സാരി നേരെയായിക്കൊണ്ടിറങ്ങി. അപ്പോഴേക്കും പിടിച്ചിർത്തിയ കണ്ണീരൊക്കെ നിയന്ത്രണമില്ലാതെ പുറത്തേക്ക് ഒഴുകിയിരുന്നു. ചെറിയച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടിയിലാണ് ഞങ്ങൾ കയറിയത്. കുടുംബക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള തറവാട് സ്വത്തായ പറമ്പിലാണ് തറവാട്ടിൽ നിന്ന് മരണപ്പെട്ടവരെല്ലാം അടക്കിയിരിക്കുന്നത്. അതിനടുത്ത് തന്നെയാണ് ക്ഷേത്രം. അതിനടുത്തായി തന്നെ കുളവും. ചെറിയച്ഛൻ്റെ കൈ പിടിച്ച ആ ശ്മശാന പറമ്പിലേക്ക് കയറുമ്പോഴും അച്ഛനോട് എനിക്കൊന്നും പറയാനില്ലായിരുന്നു. അല്ലെങ്കിലും അച്ഛൻ എന്ന് നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോഴേ ഈ മകളുടെ നല്ല കാലം കഴിഞ്ഞിരുന്നു. തല ഉയർത്തി നോക്കാൻ പോലും ആവാതെ ഒരു യന്ത്രപ്പാവ് കണക്കെയാണ് അവിടെ കയറിയത്. ചുറ്റും ആരൊക്കെയോ ഉണ്ട്. അപ്പുറത്ത് ക്ഷേത്രമുറ്റത്ത് വണ്ടിയുടെ ഡോറുകൾ അടയുന്ന ശബ്ദമൊക്കെ തൻ്റെ ചെവിയിൽ കേൾക്കുന്നുണ്ട്. ആരെയും നോക്കാനോ കാണാനോ നിന്നില്ല. ചെയ്യാനുള്ളതെല്ലാം അവരൊക്കെ ചെയ്യട്ടെ. തൻ്റെ ഈ ജന്മം കൊണ്ട് സന്തോഷിക്കാനും സംതൃപ്തി അടയാനുമുള്ളവർ ആഘോഷിക്കട്ടെ. അച്ഛൻ്റെ മുന്നിലുള്ള ചിരാതിൽ ദീപം കത്തിയാളുന്നുണ്ട്. നേർത്ത കാറ്റിൽ അത് അണഞ്ഞു പോകുമെന്ന് കരുതുമ്പോൾ വീണ്ടും വീണ്ടും ആളി കത്തുകയാണ്. പോയി പ്രാർത്ഥിച്ചിട്ട് വാ. അതും പറഞ്ഞ് ചെറിയച്ഛനൊന്ന് പിന്നിലേക്ക് മാറി. കണ്ണടച്ച അച്ഛന് മുമ്പിൽ നിൽക്കുമ്പോഴും ഒന്നും പറഞ്ഞില്ല. പക്ഷേ കഴുത്തിലെന്തോ ഒന്ന് ഇഴയുന്ന പോലെ ഒരു ചെറുതണുപ്പിൽ കണ്ണുകൾ വലിച്ചു തുറന്നു. കൺമുമ്പിൽ തന്നോടടുത്ത അഭിയേട്ടൻ. ഒരിക്കൽ ചക്കിയെ കാണാൻ ഹോസ്റ്റലിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. പിന്നെയും ചക്കിയുടെ ഫോണിൽ പലതവണ ഏട്ടൻ എന്ന സേവ് ചെയ്ത നമ്പറിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഫോൺ വരാറുണ്ട്. അതേ മുഖം. പക്ഷെ അന്നുള്ള പോലെ ആ മുഖത്ത് ചിരിയില്ല, ഒരു ഗൗരവം. എന്താണ് ഇവിടെ എന്നറിയുമ്പോഴേക്കും അഭിയേട്ടൻ താലിയുടെ 3 കെട്ടും എൻ്റെ കഴുത്തിലായി മുറുക്കിയിരുന്നു. താനൊരു ഞെട്ടലോടെ 2 അടി പുറകിലേക്ക് പോയി. ഏയ് സൂക്ഷിച്ച്!
അവൻ തൻ്റെ ഇടുപ്പിലൂടെ പിടിച്ച് തന്നെ നേരെ നിർത്തി. താനൊരു പേടിയോടെ ചുറ്റും നോക്കി. അഭിയേട്ടന് പിന്നിലായി ചക്കിയോ അമ്മയോ അച്ഛനും, തൻ്റെ പിന്നിലായി ചെറിയ മിടകയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചെറിയച്ഛനും. താൻ എന്ത് ചെയ്യണമെന്നോ ആരെ വിളിക്കണമെന്നോ അറിയാതെ ചുറ്റും നോക്കി നിന്നു. ദേവ, തന്നോട് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ വരുമെന്ന്. ഒരു ചിരിയോടെ ചക്കി മുൻപോട്ട് വന്നു. ചക്കി, എന്തൊക്കെയാണിത്? എനിക്ക് പേടിയാവുന്നു. ചെറിയച്ച, അച്ഛമ്മ എല്ലാവരും അറിഞ്ഞ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. അറിയട്ടെ, എല്ലാവരും നിന്റെ വിവാഹം കഴിഞ്ഞെന്ന് അറിയട്ടെ. ആരെന്തു പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, ഇതാണ് നടക്കേണ്ടത്. അപ്പോഴും ഞാൻ അഭിയേട്ടനെയാണ് നോക്കിയത്. ഒരു വിഷാദം കലർന്ന പുൻചിരിയാണ് മുഖത്ത്. മോളെ, ഇപ്പൊ കൂടുതലൊന്നും ആലോചിക്കണ്ട. നീ ഇപ്പൊ ഇവന്റെ ഭാര്യ, ഞങ്ങളുടെ മരുമകൾ, അത്രമാത്രം അറിഞ്ഞാൽ മതി. ആമ തന്നെ ചേർത്ത് പിടിച്ചു. എടി, ഈ ചതിയനോട് കാണിക്കുന്ന ഞാൻ കരുതിയില്ലടി, ഒരുമ്പെട്ടോളെ. രൗദ്രഭാവത്തോടെ എവിടെ നിന്നോ ചീറിപ്പാഞ്ഞ് അച്ഛമ്മ തന്റെ മുഖത്തായി ആഞ്ഞ് തള്ളിയിരുന്നു. ആടിയിൽ തെറിച്ചു പോയ തന്നെ താങ്ങിയതും അഭിയേട്ടനായിരുന്നു. ഏയ്, നിങ്ങൾ നീ കാണിക്കുന്നത്? ചക്കി ഞങ്ങൾക്കിടയിൽ കയറി നിന്നു. അതേടി, ഞാനിത് പ്രതീക്ഷിച്ചില്ല. കൂട്ടുകാരും ചേർന്ന് മാനിക്കെടുത്തി അല്ലേടി? അച്ഛമ്മ വീണ്ടും കലിപ്പേറെ മുഖവുമായി തനിക്ക് നേരെ വന്നു. ഇനിയൊന്നും കേൾക്കാനില്ലാത്ത പോലെ ഞാൻ എന്നെ പിടിച്ച അഭിയേട്ടനെ തിരിഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച ആ നെഞ്ചിൽ മുഖമമർത്തി. അന്നേരം എനിക്കൊളിക്കാനൊരു സ്ഥലം, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. വീണ്ടും തന്നെ തല്ലാൻ കയ്യോങ്ങി വന്നപ്പോൾ, സ്റ്റോപ്പ് ഇറ്റ്! തൊട്ടുപോകരുത് ഇവളെ, ഇവളെ എൻ്റെ ഭാര്യ. തന്നെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചാണ് അഭിയേട്ടൻ അത് പറഞ്ഞ്. ഇനി ഒരിക്കൽ കൂടി ഇവളെ നിങ്ങൾ തൊട്ടാ. ഇനിയൊന്നും കേൾക്കാനില്ലാത്ത പോലെ തനിക്കൊരു അഭയം കിട്ടിയ ആശ്വാസത്തിൽ ആ നെഞ്ചിൽ ഒന്നുകൂടെ മുഖമൊളിപ്പിച്ച് ഞാൻ. നിങ്ങളെല്ലാവരും കൂടി തോൽപ്പിച്ച എന്നെയാ, കാണിച്ചു തരാൻ ഞാൻ എല്ലാത്തിനെയും. എല്ലാവർക്കും നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അതും പറഞ്ഞ് അവർ കാറ്റുപോലെ അവിടെ നിന്നും പോയി. ചുറ്റുമുള്ള ശബ്ദമൊക്കെ നിലച്ചപ്പോൾ സ്ഥലകാലബോധം വന്ന പോലെ ഞാൻ ആ നെഞ്ചിൽ നിന്ന് പിൻവാങ്ങി. അപ്പോഴും അഭിയേട്ടൻ എന്നെയോ ഞാൻ അഭിയേട്ടനെയോ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ചക്കി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. ദേവ, എല്ലാം കഴിഞ്ഞു, അവരൊക്കെ പോയി, ഇനി നമുക്ക് പോവാം. എങ്ങോട്ട്? വീട്ടിലോട്ട്. നീ ഇപ്പൊ ഇവന്റെ ഭാര്യയാണ് മോളെ, ഇനി ആ വീട്ടിലാണ് താമസിക്കേണ്ടത്. ചക്കിയുടെ അമ്മയാണ്. ഞാൻ ഞെട്ടലോടെ നോക്കിയത് പിന്നെ നിൽക്കുന്ന ചെറിയച്ഛനെയാണ്. ചെറിയമ്മയെ അവിടെ കണ്ടില്ല. അവര് പറഞ്ഞാ മോളെ ശരി, നീ ഇപ്പൊ ഇവന്റെ ഭാര്യയാണ്, ഇവരുടെ കൂടെ പോണം, എല്ലാം ശരിയാവും. അച്ഛമ്മ, ഞാൻ വിക്കി പേടിയോടെ ചോദിച്ചത് അതാണ്. അതൊന്നും ഇപ്പൊ നീ ആലോചിക്കണ്ട, ഞാനതെല്ലാം പതിയെ പരിഹരിച്ചോളാം. എന്നാലും ആ വലിയ കുരുക്കിൽ നിന്ന് എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ. ചെറിയച്ഛൻ അത് മതി. കുറേ കാലമായിട്ട് നെഞ്ചിൽ വിങ്ങുന്നൊരു പ്രശ്നത്തിന് ഇപ്പോൾ പരിഹാരമായി. അവർ നേരെ ചക്കിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി. വിശ്വാസം എനിക്ക് നിങ്ങളെ, എൻ്റെ കുട്ടി ഒരു പാവ. ഈ ജീവിതകാലം മുഴുവൻ ഒരുപാട് സങ്കടപ്പെട്ടവളാ. നിങ്ങളുടെ കയ്യിലെങ്കിലും ഇനി എൻ്റെ കുട്ടി ഒന്ന് ആശ്വസിച്ചോട്ടെ. ഇവളെപ്പോലെ ഒരു കുട്ടിക്ക് ജീവിതം കൊടുത്തതിന് നിങ്ങളുടെ മകന് 1000 പുണ്യം കിട്ടും. അത്രയേറെ നന്മയുള്ളവളാ എൻ്റെ നന്ദുമോള്. ഏയ് പേടിക്കണ്ട, എൻ്റെ മോൾ എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ അവളും. അത് പറയുമ്പോൾ അദ്ദേഹം നോക്കിയത് ദൂരെ എങ്ങോട്ടോ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്ന അഭിയേട്ടനെ ആയിരുന്നു. ചെറിയച്ഛൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം വാങ്ങുമോളെ, അമ്മയാണ്. വേണ്ട, ഇവളെ അനുഗ്രഹിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. പ്രാർത്ഥിച്ചോളാം ഞാൻ, എവിടെയാണെങ്കിലും എൻ്റെ കുട്ടിക്ക് വേണ്ടി. പിന്നെ എവിടെയാണെങ്കിലും നന്നായി പഠിക്കണം. നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയും തളരില്ല. ചെറിയച്ഛൻ അതും പറഞ്ഞ് തൻ്റെ കവിളിലൊന്ന് തലോടി. ദേവ, മോളെ, ഈ ആഭരണങ്ങളൊക്കെ അങ്ങ് ഊരിക്കൊടുത്തേക്ക്. ചക്കിയുടെ അമ്മ പതിയൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. ഏയ് വേണ്ട, അതെല്ലാം എൻ്റെ കുട്ടിക്ക് അവകാശപ്പെട്ട് തന്നെയാ. ആ കുടുംബത്തിന് വേണ്ടി ഇവിടെ അച്ഛൻ കഷ്ടപ്പെട്ടിടത്തോളം വേറെ ആരും അധ്വാനിച്ചിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം അവളുടെ സ്വത്ത് തന്നെയാണ്. ഇനി ഇവിടെ നിൽക്കണ്ട, പോയിക്കോളൂ. അദ്ദേഹം എന്നെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ചക്കി തുറന്നുവന്ന കാറിനുള്ളിലേക്ക് കയറുമ്പോൾ ചെറിയച്ഛനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. അഭിയേട്ടനാണ് ഡ്രൈവർ. പിൻസീറ്റിൽ തൻ്റെ ഒരു വശത്തായി ചക്കിയും ഒരു വശത്ത് അമ്മയുമുണ്ട്. ആരെയും നോക്കാനൊന്നും പറയാനുമില്ലാതെ ചക്കിയുടെ കൈകൾ മുറുകെ പിടിച്ച് ഞാനിരുന്നു. അറിയാതെ തന്നെ എൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ പോകുന്നു അഭിയേട്ടൻ്റെ മുഖത്തേക്കായിരുന്നു. ഒരുതരം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഡ്രൈവിങ്ങിൽ മാത്രമാണ് ശ്രദ്ധ. അത് കാണുമ്പോൾ മാത്രം എനിക്ക് എന്തോ വലിയ കുറ്റബോധം തോന്നി. വീട്ടിലെത്തിയതും അമ്മ വേഗം ഡോറ് തുറന്നിറങ്ങി. നിക്ക്, ഞാനിപ്പോൾ വരാം. ആറ് വേഗം അകത്തേക്ക് കയറി. അന്നേരം ആ വീട്ടിൽ വേറെയും ചിലരുണ്ടായിരുന്നു. ചക്കി സന്തോഷത്തോടെ എന്നെ കൈപിടിച്ചിറക്കി. അപ്പോഴേക്ക് അമ്മ അകത്ത് നിലവിളക്കുമായി വന്നു. അബി, നീയും കൂടി വാ. അമ്മ അഭിയേട്ടനെ കൂടി വിളിച്ചു. വിറക്കുന്ന കൈകളോടെ ഞാൻ ആ നിലവിളക്ക് വാങ്ങി. അങ്ങനെ ഈ വീടിൻ്റെ പടി ചവിട്ടി. അങ്ങനെ അതും കഴിഞ്ഞു. പിന്നിൽ നിന്ന് ചിരിയോടെ ചക്കിയാണ്. അഭിയേട്ടൻ അവിടെയൊന്നും കണ്ടില്ല. വെൽക്കം മൈ നാത്തൂൻ. അവൾ നിറഞ്ഞ ചിരിയോടെ എനിക്ക് നേരെ കൈ നീട്ടി. നിറഞ്ഞു വന്ന മിഴികളോടെ ഞാൻ അവളെയും കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് എന്തോ ഓർമ്മയിൽ, ചക്കി, അഭിയേട്ടൻ എന്തിനടി ആ പാവത്തിൽ നിന്ന് ഇതിലേക്ക് വലിച്ചിട്ട്? എനിക്കറിയാം നീ നിർബന്ധിച്ചിട്ടുണ്ടാവും, അല്ലാതെ ഇങ്ങനെയൊന്നും. ദേ പെണ്ണെ, സംഭവം ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിലുപരി ഞാനും അച്ഛനും അമ്മയും എന്നോ ഇത് ആഗ്രഹിച്ചിരുന്നു, ഈ വീടിൻ്റെ മരുമോളായി നിന്നെ. അതുകൊണ്ട് ഞങ്ങൾ 3 ആൾ ഒരുമിച്ചങ്ങ് പിടിച്ചപ്പോൾ ഏട്ടൻ ഫ്ലാറ്റ്. പക്ഷേ ചക്കി,
അഭിയേട്ടൻ്റെ ജീവിതവും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഞാൻ കാരണം. എനിക്കറിയാം എല്ലാം ശരിയാവും. ആ നേരത്തെ നിന്നെ രക്ഷിക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. വീണ്ടും ആ ഓർമ്മകൾ ഞാനൊന്ന് പിടഞ്ഞു. ദേവ, ഇപ്പം നീ വേണ്ടാത്തൊന്നും ആലോചിക്കേണ്ട. എൻ്റെ ഏട്ടനല്ലേ, എല്ലാം ശരിയാവും. നിന്നെ അറിയാനും നിനക്കറിയാനും ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ആത്മാർത്ഥമായ മനസ്സോടെ എൻ്റെ ഏട്ടനെ സ്നേഹിച്ചാൽ മാത്രം മതി. അതിന് നിറകണ്ണുകളോട് അവൾ നോക്കിയതല്ലാതെ ഞാനൊന്നും പറഞ്ഞില്ല. പെണ്ണി കണ്ണ് നിറച്ചിങ്ങനെ നിൽക്കല്ലേ, എല്ലാവരും അവിടെ നിന്നെ കാത്തിക്കുക. എല്ലാവരോടും നിങ്ങൾ തമ്മിൽ ഇഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയൊന്നും പറയാനില്ലാത്ത പോലെ ഞാൻ അവൾക്ക് പിന്നാലെ പോയി. ഇവിടെ മുത്തശ്ശിയെ ആൻറ്റിമാരെയൊക്കെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ചക്കിയുടെ ഒരു പിറന്നാളിന് വന്നപ്പോൾ ആദ്യം ചക്കിയോളെ കൂട്ടിക്കൊണ്ടുപോയത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. ആ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയപ്പോൾ എൻ്റെ നെറുകയിലൊന്ന് തലോടി അനുഗ്രഹിച്ചു അവർ. എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതിനാലാണോ അതോ ഇവരെല്ലാം മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണോ ആരും എന്നോടൊന്നും ചോദിച്ചില്ല. ദേവ, നമുക്ക് ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഗ്രേസി ആൻറ്റി അടുക്കളയിലേക്ക് തന്നെ നോക്കി വിളിച്ചുകൊണ്ട് ചക്കി സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. മുകളിലാണ് അഭിയേട്ടൻ്റെ റൂം. വേണ്ട ചക്കി, ഞാനിവിടെ നിന്റെ റൂമിൽ നിന്നോളാം പ്ലീസ്. ദേ പെണ്ണെ, ഞാനൊന്ന് തരും കേട്ടോ, ഇങ്ങോട്ട് വാടി. അവൾ പിടിച്ചു വലിച്ച് റൂമിൽ കൊണ്ടുപോയി. അപ്പോഴാണ് ഈ റൂം തുറന്നു കാണുന്നത്. തങ്ങളെ കണ്ടപ്പോൾ കിടക്കയിൽ കമിഴ്ന്ന് കിടന്നിരുന്ന അഭിയേട്ടൻ ചക്കിയെ നോക്കിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി. പിന്നെ അവൾ തന്ന ഡ്രസ്സുമായി ഞാൻ ബാത്റൂമിലേക്ക് കയറി. നീ ഇവിടെ നിൽക്കണമെന്ന് കെഞ്ചി പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. ഒരു വെപ്രാളത്തോടെ വേഗം റെഡിയായി വന്നു. ആഭരണങ്ങൾ അടങ്ങിയ പെട്ടി അവൾ തന്നെയാണ് അമ്മയെ കൊണ്ടുപോയി ഏൽപ്പിച്ചത്. അപ്പോഴേക്കും താഴെ എല്ലാവരും കൂടി ഒരു കുഞ്ഞ് സദ്യ ഒരുക്കിയിരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴും അഭിയേട്ടൻ വേറെന്തൊക്കെയോ ചിന്തയിലാണ്. ഒരിക്കൽ മാത്രമേ ഞാൻ ആ മുഖത്തോട്ട് നോക്കിയിട്ടുള്ളൂ. പിന്നെന്തോ അതിനും തോന്നിയില്ല. ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടും താഴെ ചക്കി റൂമിലാണ് കൂടിയത്. ചെറിയച്ഛനെ ഒന്ന് വിളിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും ആരോടും പറഞ്ഞില്ല. വൈകുന്നേരം ചായ കുടിച്ച ആൻറ്റിമാരെല്ലാം പോയി. ചക്കിയുടെ നിർബന്ധം മൂലം മുത്തശ്ശി ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. രാത്രി ഭക്ഷണം കഴിക്കാൻ നേരമാണ് അഭിയേട്ടൻ പുറത്തെവിടെയോ പോയി വരുന്നത്. ഭക്ഷണം കഴിഞ്ഞ് മുത്തശ്ശിയോട് പറഞ്ഞ് മുകളിലോട്ട് കയറിപ്പോയി ആള്. അടുക്കളയെല്ലാം മുതുക്കി മേലും കഴുകി ചക്കിയുടെ റൂമിൽ കിടക്കാമെന്നതായിരുന്നു ഞാനും. റൂമിൽ നിവർത്തിയിട്ട ധാവണിയും മുല്ലപ്പൂവും കണ്ട് ഉള്ളിലൊരു വെള്ളിടി വെട്ടി. പിന്നെ മുത്തശ്ശിയുടെ നേതൃത്വത്തിലാണ് തന്നെ ഒരുക്കിയ ഒരു പാൽ ഗ്ലാസ് അന്ന് ഇങ്ങോട്ട് വിട്ടത്. ഒടുവിൽ താൻ ഈ സോഫയിൽ ഇങ്ങനെ ഇതായിപ്പോൾ. കഴിഞ്ഞതെല്ലാം ഓർത്തെടുത്തുകൊണ്ട് അവളൊന്ന് ആഞ്ഞു ശ്വാസം വിട്ടു. അപ്പുറത്തെ കട്ടിൽ കൈകൾ നെറ്റിക്ക് കുറുകെ വെച്ചുകൊണ്ട് അഭിയേട്ടൻ നല്ല ഉറക്കത്തിലാണ്. ഇന്നത്തെ ദിവസത്തിന്റെ ക്ഷീണത്തിൽ ഇനിയും ഓർമ്മകളെ മേയാൻ വിടാതെ ഒരു വശം ചെരിഞ്ഞു കിടന്നവൾ. പിറ്റേ ദിവസം ആദ്യം എഴുന്നേറ്റ് ദേവയാണ്. സോഫയിൽ കിടന്ന കാരണം ശരീരത്തിന്റെ അവിടെ ഇവിടെയായി ചെറിയ വലിച്ചിലും കടച്ചിലും പോലെ തോന്നി. എണീറ്റപാടെ തൊട്ടടുത്തായി ബെഡിൽ കിടക്കുന്നവനെ ഒന്ന് നോക്കി. കമിഴ്ന്ന് കിടന്ന ഉറക്കം തന്നെയാണ്. ശബ്ദമുണ്ടാക്കാതെ കബോർഡിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി ഇറങ്ങി. 7 മണിയാവാതെ താഴോട്ട് ഇറങ്ങി വരേണ്ടെന്നും ഞങ്ങളാരും നിന്റെ തറവാടിലെ പോലെ പുലർച്ചെ തന്നെ എഴുന്നേറ്റിരിക്കുന്നവരല്ലെന്നും ഇന്നലെ റൂമിൽ കയറിയ നേരം ചക്കി പറഞ്ഞിരുന്നു. കുളി കഴിഞ്ഞ് തലയിൽ ടവൽ ചുറ്റി വെച്ച് ബാൽക്കണിയിലെ ഗ്ലാസ് ഡോർ നീക്കിക്കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി. ഇന്നലെ നടന്നതൊക്കെയും വീണ്ടും മനസ്സിലേക്ക് ഇറങ്ങി വന്നു. രാത്രി അഭിയേട്ടൻ പറഞ്ഞു ഓർത്തപ്പോൾ തന്നെ അവളുടെ വിധിയോർത്ത് തന്നോട് തന്നെ സഹതാപം തോന്നി. അപ്പോഴാണ് ശരിക്കും കഴുത്തിലെ താലിയിലേക്ക് നോക്കിയത്. സ്വർണം കൊണ്ടൊരു കുഞ്ഞ് തൃശൂലത്തിന്റെ ലോക്കറ്റ്. അതിൻ്റെ മേലായി അഭി എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. എന്തിനെന്നറിയാതെ അവൾ ആ താലി കൈകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. കുറച്ചുകൂടി വെളിച്ചം വെച്ചിട്ടാണ് താഴോട്ട് ഇറങ്ങിയത്. ചക്കിയുടെ റൂമിലേക്കൊന്ന് നോക്കി. ആള് മൂടിപ്പൊതിച്ച് കിടക്കുന്നുണ്ട്. അടുക്കളയിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ അങ്ങോട്ടേക്ക് നടന്നു. ആവി പറക്കുന്ന ചായ 2 കപ്പുകളിലായി പകർത്തുന്ന അമ്മ എന്തിനോ വേണ്ടി തിരഞ്ഞപ്പോഴാണ് അവളെ കാണുന്നത്. നീ എഴുന്നേറ്റോ? രാവിലെ ചായ കുടിക്കില്ലേ നീ? ഇല്ല, ഇവിടെ ചക്കിയോ അങ്ങനെ തന്നെയാ. പക്ഷെ എനിക്കും അച്ഛനും അഭിക്കും എണീറ്റ് വന്ന ഉടനെ ഒരു ഗ്ലാസ്സിൽ ചൂട് ചായ കിട്ടണം. അവരാ 2 കപ്പും ചെറിയ ട്രേയിലേക്ക് ഇറക്കി വെച്ചു. ഒന്ന് മുത്തശ്ശിക്കാ, മുത്തശ്ശി അവിടെ റൂമിലുണ്ട്. മറ്റേത് അച്ഛനും. എന്നാൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തോട്ടെ? അവളത് വാങ്ങി. മുത്തശ്ശിയുടെ റൂമിലെത്തിയപ്പോൾ അവരെന്തോ ഭാഗവതം വായിച്ചിരിക്കുകയായിരുന്നു. ചായ അവൾ നിറഞ്ഞ ചിരിയോടെ അവർക്ക് നീട്ടി. മോളെ, ആ പെണ്ണെവിടെ? ചക്കി എഴുന്നേറ്റിട്ടില്ലേ? അവൾ എഴുന്നേറ്റുള്ള മുത്തശ്ശി. രാവിലെ 10 മണി ആ പൊട്ടിപ്പണീൻ്റെ സമയം. ഇങ്ങനെ ഒരു മടിച്ച്. മുത്തശ്ശി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ചായ വാങ്ങി. മുറ്റത്ത് ഗാർഡനിൽ നനക്കുന്ന അച്ഛൻ്റെ അടുത്തേക്ക് ഒരു ഗ്ലാസ് ചായയുമായി ചെന്നു. ഗുഡ് മോർണിംഗ് ദേവാ. ഗുഡ് മോർണിംഗ് അച്ഛ. അവൾ നീട്ടിയ ചായ അയാൾ വാങ്ങി. പൈപ്പ് നിലത്തിട്ടുകൊണ്ട് ഗാർഡനിൻ്റെ മതിലിരുന്ന് ചായ കുടിക്കാൻ തുടങ്ങി. അഭി എണീറ്റില്ലേ മോളെ? ഇല്ല. മോളെ, അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അതിനവൾ വാടിയ മുഖത്തോടെ തലകുനിച്ചു. എനിക്കറിയാം അവൻ ഇതൊന്നും പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനാവില്ല. പക്ഷേ ഞങ്ങൾ എപ്പോഴേ നിന്നെ ഞങ്ങളുടെ അഭിയുടെ ഭാര്യയാക്കി കഴിഞ്ഞു. എല്ലാം ശരിയാവും. അദ്ദേഹം അവളുടെ നെറുകയിലൊന്ന് തലോടി. സാരില്ല അച്ഛാ, എനിക്കറിയാം. അവളൊന്നും ചിരിച്ചുകൊണ്ട് തന്നെ ചായക്കപ്പുമായി തിരികെ പോന്നു. അപ്പോഴേക്കും അടുക്കളയിൽ സീതാമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. ചക്കി പറഞ്ഞിട്ടറിയാം സീതാമ്മയെ. പിന്നെ അന്ന് ഇവിടെ വന്നപ്പോൾ 2 തവണ കണ്ടിട്ടുമുണ്ട്. ദേവമോളെ. അവളെ കണ്ടപാടെ അവരൊന്ന് ചിരിച്ചു. അവളും ചിരിച്ചുകൊണ്ട് അവരുടെ കൈകളിൽ പിടിച്ചു.
ഞങ്ങളുടെ അഭിമോന് ഇങ്ങനൊരു ഇഷ്ടമുണ്ടായിരുന്നെന്ന് ആരറിഞ്ഞു? അല്ലേ ഈ സുന്ദരി പാറുവിനെ ആർക്കായി ഇഷ്ടപ്പെടാത്തത്? ആ ഒരു അവളുടെ കവളിൽ പതിയൊന്ന് പിടിച്ചു. വീട്ടിലെല്ലാവർക്കും സുഖാണോ സീതാമേ? ആ സുഖാ കുഞ്ഞേ. ആ ഒരു ചിരിയോടെ തങ്ങളുടെ പണി തുറന്നു. ഇതേ സമയം മുകളിലെ റൂമിൽ അബി ഉറക്കച്ചടവോടെ പുതപ്പ് മാറ്റി എഴുന്നേറ്റിരുന്നു. അടുത്ത ടേബിളിൽ ഒരു ചായക്കപ്പ് മൂടി വെച്ചിട്ടുണ്ട്. സാധാരണ അമ്മ കപ്പ അവിടെ വെച്ച് ജനൽ കർട്ടനെല്ലാം വകഞ്ഞു മാറ്റി റൂമിൽ വെളിച്ചം വരുത്തുന്ന വിധമാക്കിയിട്ടാണ് പോവാറ്. എന്നാലേ താൻ വേഗം എഴുന്നേൽക്കൂ എന്ന് പറയും. എണീറ്റിരുന്ന പാടെ സോഫയിലേക്ക് നോക്കി. അവിടെ ശൂന്യമാണ്. റൂമിൽ എന്തെന്നില്ലാത്ത വേറൊരു സുഗന്ധം. ഇന്നിപ്പോൾ ഇവിടെ താൻ മാത്രമല്ലല്ലോ. വേഗം വിരിച്ചിട്ട് ടർക്കി എടുത്തു. അതിലും ഒരു ചെറുനനവ്, സോപ്പിന്റെ സുഗന്ധവും. അവനതും പിടിച്ച് കുറച്ചു നേരം അങ്ങനെ നിന്നു. പിന്നെ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ബാത്റൂമിൽ കയറി ഫ്രഷായി ആ ചായക്കപ്പും ഫോണുമായി ബാൽക്കണിയിലേക്ക് നടന്നു. ഫോണിൽ ധാരാളം മെസ്സേജുകൾ വന്ന് കിടക്കുന്നുണ്ട്. ഹാപ്പി മാരീഡ് ലൈഫ് എന്നൊക്കെ ചിലർ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. കാതറിന്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജും കണ്ടു. അവൾ ഇന്നലെയും വിളിച്ചിരുന്നു. അവൾക്ക് മാരേജ് എന്നൊരു വിഷയമേ അല്ല. അവൾ ആഗ്രഹിക്കുന്നത് ഒരു ലിവിങ് ടുഗദർ ലൈഫാണ്. അതും താനുമായി. പരസ്പരം രണ്ടാൾക്കും അടുക്കുവോളം ഒരുമിച്ചൊരു ജീവിതം. വേണ്ടെന്ന് തോന്നിയാൽ ഗുഡ് ബൈ പറഞ്ഞ് രണ്ടാളും രണ്ടു വഴിക്ക്. അതാണ് അവളുടെ പോളിസി. പാശ്ചാത്യ സംസ്കാരങ്ങളുള്ള അവളെ പോലെ ഒരു പെണ്ണിന് അത് എളുപ്പമാണ്. പാർട്ടിയും പബ്ബും ഒപ്പം ഒരുപാട് കമ്പനികളുമായി നടക്കുന്നവൾ. പക്ഷേ തന്നെ പോലെ ഒരു കുടുംബത്തിന്റെയും ബന്ധങ്ങളുടെയും വിലയും ആത്മാർത്ഥയും കാത്തു സൂക്ഷിക്കുന്നവർക്ക് അതത്ര എളുപ്പമാവില്ല. ബാംഗ്ലൂർ പോലൊരു സിറ്റിയിൽ ഇതൊന്നും അത്ര പുതുമയുള്ളതുമല്ല. പിന്നെ അവളാണെങ്കിൽ തൻ്റെ ഈ ബിസിനസ് യാത്രയിൽ ഒരുപാട് സഹായിച്ചവളാണ്. അതുകൊണ്ട് തന്നെ എടുത്തടിച്ച് അവളോടൊരു നോ പറയാൻ തനിക്കോ ആവില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് മാത്രമാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി ദേവയോട് പോലും ഇത് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടില്ല. പുതുതായി തുടങ്ങിയ കമ്പനി ഒന്ന് സെറ്റായിട്ടൊരു തീരുമാനം എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അതിനിടയിലാണ് അച്ഛനും അമ്മയും ചക്കയും ചേർന്ന് ഇങ്ങനെ ഒരു കാര്യം ഒപ്പിച്ച്. ഇത്രയും കാലത്തിനിടക്ക് അവരാരും ഇക്കാര്യത്തിനല്ലാതെ തന്നോട് ഇങ്ങനെ കെഞ്ചിയിട്ടില്ല. ദേവയെ രക്ഷിക്കാൻ ഇനി ഏട്ടം വിചാരിച്ചാലേ നടക്കുമെന്ന് എൻ്റെ കൈ പിടിച്ച് പറയുമ്പോൾ അവൾക്കറിയുന്ന ഞാൻ ആദ്യമായിട്ട് കാണുകയായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അവൾക്കും എല്ലാം ദേവ എത്ര പ്രിയപ്പെട്ടതാണെന്ന് എനിക്കൊന്ന് മനസ്സിലായി. ഇടയ്ക്കിടെ ഇവിടെ വരാറുണ്ടെന്നറിയാം. പക്ഷേ ബിസിനസ് കാര്യങ്ങളുമായി ഞാൻ എപ്പോഴും ബാംഗ്ലൂരായിരിക്കും. എല്ലാവരും പറഞ്ഞപ്പോൾ ഞാനും സമ്മതം മൂളി. അങ്ങനെയാണ് രാത്രി തന്നെ നാട്ടിലേക്ക് പുറപ്പെട്ടത്. പിറ്റേന്ന് രാവിലെ അവിടെ നാട്ടിലെത്തി. അങ്ങനെ അവൾ എൻ്റെ ഭാര്യയായിട്ട് ഇന്ന് ഇവിടെ വരെ എത്തി. എന്തായാലും എല്ലാവർക്കും അത്രമേൽ പ്രിയപ്പെട്ടവളെ വിട്ട് കാതറിനുമായിട്ടുള്ള ലിവിങ് ടുഗദർ ലൈഫ് അത് തനിക്ക് എത്ര എളുപ്പമാവില്ല. കുടിച്ചു തീർത്ത ചായക്കപ്പ് പിടിച്ച് കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. പിന്നെ പതിയെ റൂമിൽ നിന്നിറങ്ങി. താഴെ മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് നല്ല സംസാരവും ശരിയും കേൾക്കുന്നുണ്ട്. ആദ്യം പോകണോ വേണ്ടയോ എന്ന് ശങ്കിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ച് ആ വാതിൽപ്പടിയിൽ നിന്നും നോക്കി. കട്ടിലായി ചാരിയിരിക്കുന്ന മുത്തശ്ശി അടുത്ത കസേരയിലിരിക്കുന്ന ചക്കി എന്തോ പറഞ്ഞ് കളിയാക്കുകയാണ്. അത് കേട്ട് താടിക്ക് കൈയും കൊടുത്ത് ചിരിച്ചുകൊണ്ട് ദേവ കട്ടിലിൻ്റെ അരികിലായി ഇരിക്കുന്നുണ്ട്. ഉറക്കച്ചടവോടെ ഇരിക്കുന്ന ചക്കി പാതി ബോധത്തോടെ അതെല്ലാം പുച്ഛിച്ച് തള്ളുന്നുണ്ട്. ഒരു സൈഡിലായിരിക്കുന്ന ദേവയെ നോക്കുമ്പോൾ കാതിലെ കുഞ്ഞു ജമിക്കിയാണ് ആദ്യം കണ്ടത്. നീണ്ട ഇടതൂർന്ന മുടി ബെഡിലായി കിടക്കുന്നുണ്ട്. ആ അഭിമോനെ, നീ എന്താടാ അവിടെ തന്നെ നിന്ന്? ഇങ്ങോട്ട് വാ. ഞാൻ ഈ പെണ്ണിനെ ഒന്ന് ഉപദേശിക്കുകയായിരുന്നു. ഇതിൻ്റെ കൂടെയുള്ളത് തന്നെയല്ലേ ദേവ? ഇവളിപ്പോൾ ഈ വീട്ടിലെ മരുമോളായില്ലേ? നാളെ നീ ഇതുപോലെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറേണ്ടതല്ലേ? ഇങ്ങനെ മൂട്ടിൽ വെയിലടിക്കോളം കിടക്കിയ ആ പെണ്ണ്. മുത്തശ്ശി ചക്കിയെ നോക്കിക്കൊണ്ടാണ് അത് പറയുന്നത്. എന്നാൽ അഭിയേട്ടൻ എന്ന് പറഞ്ഞപ്പോഴേ ഇരുന്നിടന്ന് ചാടി എഴുന്നേറ്റവും തിരിഞ്ഞു നോക്കി. അവൾ തിരിഞ്ഞു നോക്കും മുമ്പേ അവൾ തലയും താഴ്ത്തിക്കൊണ്ട് അവനെ മറികടന്ന് റൂം വിട്ടിറങ്ങി. തിരിഞ്ഞു പോകുന്നവൾ ഒന്നുകൂടി നോക്കിക്കൊണ്ട് മുത്തശ്ശിയുടെ അടുത്ത് വന്നിരുന്നു അബി. മുത്തശ്ശി അപ്പോഴും ചക്കയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അതിനെയെല്ലാം പുച്ഛിച്ച് തള്ളുന്നുമുണ്ട്. എൻ്റെ അബി, ആ പെൺകുട്ടിയുടെ പിന്നാലെ ഇത്രയും കാലം നടന്നിട്ടും ഈ പെണ്ണെന്താ നന്നാവാത്ത്? ഇങ്ങനെയൊരു മടിച്ചി. അവൻ മെല്ലെ ഒരു ചിരിയോടെ അവിടുന്ന് എഴുന്നേറ്റ് റൂം വിട്ടിറങ്ങി. ഏട്ടാ, അവന് പിന്നാലെ ചക്കിയും പാഞ്ഞു. താങ്ക്സ്. എന്തിന്? അവളെ രക്ഷിച്ചതിന്. ഇന്നലെ പറയാൻ സമയം കിട്ടിയില്ല. ഏട്ടൻ അവളെ ആക്സെപ്റ്റ് ചെയ്യാനാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു അനിയത്തി എന്ന നിലയിൽ ഏട്ടനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ നൽകിയ എക്കാലത്തെയും മികച്ച ഗിഫ്റ്റായിരിക്കും ദേവനന്ദ. അവളൊരു പാവം കുട്ടിയായിട്ടാ. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ മാത്രം അറിയുന്നവൾ. കുറച്ച് സമയമെടുക്കും ഏട്ടനത് തിരിച്ചറിയാൻ. അതുവരെങ്കിലും ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവൾ അതും പറഞ്ഞ് അവനെ മറികടന്ന് എൻ്റെ റൂമിലേക്ക് പോയി. അവൾ ആ പറഞ്ഞാൽ തന്നെ കുരുങ്ങിക്കിടന്ന അഭിയും മെല്ലെ അടുക്കളയിലേക്ക് ഇറങ്ങി. അവിടെ അമ്മ ഭക്ഷണത്തിലുള്ളതെല്ലാം പാത്രത്തിൽ എടുത്തു വെക്കുന്നുണ്ട്. സീതാമ്മ അടുപ്പത്ത് എന്തോ ഇളക്കുകയാണ്. ഒരു ബൗളിൽ കറിയെടുത്ത് തിരിഞ്ഞപ്പോഴാണ് ദേവ അവനെ കാണുന്നത്. തന്നെ നോക്കി ഒന്ന് മന്ദഹസിച്ച് വീണ്ടും വെപ്രാളത്തോടെ മുഖം താഴ്ത്തിയവൾക്ക് പോകാനായി അവൻ വഴിമാറിക്കൊടുത്തു. അബി, ആ നീ എത്തിയോ? എന്നാ നമുക്ക് ചായ കുടിക്കാം. അവരൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞ് ടേബിളിനടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും പുറത്തുനിന്ന് അച്ഛനും കയറി വന്നു. ദേവാ, മുത്തശ്ശിയെ വിളിച്ചേക്ക്. അച്ഛനാണ് പറയുന്നത്. എല്ലാവരും കസേരയിട്ടിരുന്നു. സീതാമ്മേ, ആ കറിയൊന്ന് വാങ്ങണേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛൻ്റെ അരിയിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് റൂമിൽ നിന്ന് ദേവ ഇറങ്ങി വന്നു. മോൾ എന്നെ വിട്ടേക്ക്, ഞാൻ പതിയെ നടന്നോളാം. അതിനവളൊന്ന് തലയാട്ടി വേഗം വന്നൊരു കസേര നീക്കിയിട്ട് കൊടുത്തു. ഇനി മോളിരുന്നു. ചക്കി എവിടെ? ഞാനെത്തി. അപ്പോഴേക്കും ചക്കിയെ ഓടി വന്നിരുന്നു.
എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദേവ ഒരു നിമിഷം നോക്കി. അത്രമേൽ മനോഹരമായ കാഴ്ച. പരസ്പരം എടുത്തു കൊടുത്ത് ഒരാൾ മറ്റൊരാളെ പരിഗണിക്കുന്ന രംഗം അവൾ നോക്കിയിരുന്നു. അവിടെ തറവാട്ടിലാണെങ്കിൽ അച്ഛമ്മയും ചെറിയച്ഛനും ആദ്യം കഴിക്കും, അമ്മായിയും ചെറിയമ്മയും അടുക്കളയിലും, പിന്നെ ഞാൻ മാത്രം എവിടെയെങ്കിലും. എന്താ കുട്ടി നീ ഓർത്തിരിക്കുന്നത്? അമ്മ പറഞ്ഞപ്പോഴാണ് ഓർമ്മയിൽ നിന്നും പുറത്തു വന്ന്. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റു. അമ്മയും അവളും ചക്കിയും കൂടിയാണ് എല്ലാം എടുത്തു വെച്ചത്. ചക്കി, നിന്റെ ഫോൺ തന്നെ, എനിക്ക് ചെറിയച്ഛനെ ഒന്ന് വിളിക്കണം. വളരെ പതിയെ പറഞ്ഞാണെങ്കിലും അമ്മയും കൂടിയെ കേട്ടിരുന്നു. ചെറിയച്ഛൻ്റെ ഫോണിലേക്ക് അടിച്ചു. ആദ്യം ഫോൺ എടുത്തില്ല. 2 നിമിഷത്തിന് ശേഷം വീണ്ടും ഇങ്ങോട്ട് തിരിച്ചടിച്ചു. ചെറിയച്ഛ, അവളൊരു ആർത്തിയോടെ വിളിച്ചു. ആ, സുഖല്ലേ എൻ്റെ കുട്ടിക്ക്? സുഖാണ്. ചെറിയച്ഛനവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇന്നലെ അച്ഛമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല കുട്ടി. അമ്മായിൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അച്ഛമ്മ ഇപ്പോഴും ഭയങ്കര ദേഷ്യത്തില്ല. മോള് പേടിക്കണ്ട, ഇവിടെ എല്ലാം ഞാൻ നോക്കിക്കോളാം. ഇന്നലെ ഞാനാ നിന്നെ സഹായിച്ചെന്നും പറഞ്ഞ് എന്നെ തല്ലി. സാരമില്ല, എൻ്റെ അമ്മയല്ലേ, ഞാൻ ക്ഷമിച്ചു. പിന്നെ മോൾ അവിടെ സന്തോഷമായിട്ടിരിക്കണം കേട്ടല്ലോ. അതിനവളൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. എന്നാൽ ശരി വെച്ചോ, ചെറിയച്ഛൻ നിന്നെ വിളിച്ചോളാം. അവൾ സങ്കടത്തോടെ ഫോൺ വെച്ചു. തൊട്ടടുത്ത് ചക്കി അവളെ സമാധാനിപ്പിച്ചു. നീ പോയി കുറച്ച് റെസ്റ്റ് എടുക്ക്, ഞാനിവിടെ ഇരുന്നോളാം. മേലെ ആ റൂമിലേക്ക് പോകാൻ അവൾക്കൊരു മടി തോന്നി. അഭിയേട്ടനുണ്ടാകും അവിടെ. ആ മുഖം കാണുമ്പോൾ തന്നെ ഒരു കുറ്റബോധമാണ്. ഈ സ്ഥാനവും പദയുമൊക്കെ ഉപേക്ഷിച്ച് എന്നേക്കുമായി പടിയിറങ്ങേണ്ടവളാണെന്ന് വീണ്ടും ഓർമ്മ വരും. അത് തന്നെ ഇനിയും തളർത്തും. രാവിലെ അമ്മ തന്ന ചായ തന്നെ അവിടെ കൊണ്ടുവച്ചൊരൊറ്റ ഓട്ടം ഓടിയതാണ്. ഞാനിവിടെ ഇരിക്കാം. നടക്കില്ല മോളെ, നിനക്ക് അത്യാവശ്യം നല്ല റൂം ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്നാൽ മതി. പോയി. ചക്കി തന്നെയാണ് സ്റ്റെപ്പ് വരെ തള്ളിവിട്ടത്. പിന്നെ അവിടെ ഒരു ഒച്ചപ്പാടിന് ഇടം കൊടുക്കാതെ പതിയെ സ്റ്റെപ്പ് കയറി. വന്നപ്പോൾ തന്നെ കണ്ടു ലാപ്പിലെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന അവനെ. കൂടുതൽ ശ്രദ്ധിക്കാൻ നിൽക്കാതെ അവൾ വാതിൽ പതിയെ ചാരിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. മനസ്സിൽ നിറയെ ചെറിയച്ഛൻ്റെ വാക്കുകളായിരുന്നു. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കണ്ണു തുറക്കുമ്പോഴാണ് അടുത്തു വന്നിരുന്ന ആളെ ശ്രദ്ധിക്കുന്നത്. അഭിയേട്ടൻ. ഏയ് ദേവ, വാട്ട് ഹാപ്പൻഡ്? അത് ഞാൻ വെറുതെ. എടോ, തന്നോട് ചോദിക്കുന്നത് എന്താ കാര്യം? ചെറിയച്ഛനെ വിളിച്ചിരുന്നു, അച്ഛമ്മ വഴക്ക് പറഞ്ഞു എന്ന്. ഞാൻ എല്ലാവർക്കും ഒരു ഭാരമായി. വേണ്ടിയിരുന്നില്ല ഒന്നും. എടോ, താനിങ്ങനെ വിഷമിക്കാതെ, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ, എല്ലാം ശരിയാവും. ഇനി അതോട് താനിങ്ങനെ സങ്കടപ്പെട്ടിരുന്നാലേ അച്ഛനും നമുക്കെല്ലാം വലിയ വിഷമാവും. സോ ജസ്റ്റ് ലീവ് ഇറ്റ്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളോർത്ത് താൻ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ എപ്പോഴും നല്ല പാർട്ട്നേഴ്സ് ആയിരിക്കണം. എടോ ദേവ, ഞാനും ചോദിച്ചോട്ടെ, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിക്കൂടെ? അവനൊരു കൈ നീട്ടിക്കൊണ്ടാണ് ചോദിക്കുന്നത്. പെട്ടെന്ന് അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ഒരു പുഞ്ചിരിയോടെ ആ കൈകളിലേക്ക് കൈ ചേർത്തു. ദേവാ! അപ്പോഴാണ് താഴെ നിന്ന് അമ്മ വിളിച്ച്. അവനെ നോയിക്കൊണ്ട് അവൾ ആ മുറി വിട്ടിറങ്ങി. അവളുടെ നടത്തത്തിനനുസരിച്ച് അറിയോളമുള്ള ആ മുടി താളം പിടിക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. താഴെ അമ്മയുടെ 2-3 പരിചയക്കാരികളായിരുന്നു. അവർ വന്ന് സംസാരിച്ചിട്ട് പോയി. വൈകുന്നേരമായപ്പോൾ പുറത്തെങ്ങോ പോയ അഭി തിരിച്ചു വന്നപ്പോൾ കണ്ടത് ചക്കിയും ദേവയും കൂടി ഗാർഡനിലിരിക്കുന്നതാണ്. ചെവിയിൽ ഹെഡ്സെറ്റും തിരികെ വെച്ചുകൊണ്ട് ദേവയുടെ തോളിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ചക്കി. ദേവയുടെ നോട്ടം മുഴുവൻ വണ്ടുകൾ വട്ടമിട്ട് പറക്കുന്ന ആ റോസാ കൂട്ടങ്ങൾക്കിടയിലേക്കാണ്. അതിൻ്റെ തൊട്ടടുത്തായി അച്ഛനും അമ്മയും ഫോണിൽ തോണ്ടിയിരിപ്പുണ്ട്. ആ, നീ വന്നോ, വാ ഇവിടെ വന്നിരിക്കേ. അമ്മയുടെ സംസാരം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു ഒരു കവറും പിടിച്ചു നിൽക്കുന്ന അഭിയെ. അവനെ കണ്ടപ്പോൾ അവൾ വേഗം പിടഞ്ഞെഴുന്നേറ്റു. കയ്യിലെ കവർ അവൾക്ക് നേരെ നീട്ടി. ഇതെന്താ? ഫോണ്. നിന്റെ ഫോൺ അവിടെയല്ലേ? അതുകൊണ്ട് ഞാനൊരെണ്ണം വാങ്ങിയതാ. അവന് യാതൊരു ഭാവമില്ലാതെ പറഞ്ഞു. പക്ഷെ അത് കേട്ട് ദേവയുടെക്ക് എല്ലാവരുടെയും കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അപ്പൊ ആട്ടമുണ്ട് ചക്കി മനസ്സിൽ പറഞ്ഞു. എന്നാൽ അവൻ ആ ഫോണും കൊടുത്ത് അച്ഛൻ്റെ അമ്മയുടെ ഇടയിൽ വന്നിരുന്നു. തൻ്റെ ഫോണിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് അമ്മയുടെ മടിയിൽ കിടന്നു. അവൻ തന്ന ഫോണും കയ്യിൽ പിടിച്ച് ദേവയെ ആദ്യം നോക്കിയത് ചക്കിയാണ്. അവൾ തന്നെ നോക്കി ചിരി അമർത്തി നിൽക്കുന്നുണ്ട്. അച്ഛനെ നോക്കിയപ്പോൾ അദ്ദേഹം ഒന്ന് കണ്ണു ചിമ്മി കാണിച്ചു. അമ്മയാണെങ്കിൽ പുന്നാരമോൻ്റെ ആ പ്രവൃത്തിയിൽ മനനിറഞ്ഞ് അവൻ്റെ മുടി തലോടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ചക്കിയുമായി ചേർന്ന് ഫോണെല്ലാം സെറ്റാക്കി. അന്ന് രാത്രി പിന്നെ ഇന്നലത്തേതുപോലെ അത്ര പേടിയൊന്നുമില്ലാതെയാണ് അവൾ ആ റൂമിൽ കയറിയത്. കാരണം നമുക്കൊരു സൗഹൃദമായി കൂടെ എന്നവൻ പറഞ്ഞ വാക്കുകൾ തന്നെയായിരുന്നു. ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി ബാൽക്കണിയിൽ നിന്നിരുന്ന് അവനെന്ന് വിളിച്ചു. അഭിയേട്ടാ? യെസ് ദേവ. താങ്ക്സ് ഫോർ വാട്ട്? ഫോൺ വാങ്ങി തന്നേനെ. അതിനവനൊന്ന് ചിരിച്ചു. ചിരിക്കുമ്പോൾ ആ പല്ലുകൾ കാണാൻ പ്രത്യേക ഭംഗിയുള്ള പോലെ അവൾക്ക് തോന്നി. ചക്കിയുടെ പല്ലുകളും ഇതുപോലെ തന്നെയാണ്. ഗുഡ് നൈറ്റ്. ഇനിയൊന്നും പറയാനില്ലാത്ത പോലെ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൾ റൂമിലേക്ക് തിരിച്ചു കാണുന്നു. അപ്പോഴേക്ക് അവൻ്റെ ഫോൺ വീണ്ടും ചിലച്ചുകൊണ്ടിരുന്നു. കബോർഡിൽ നിന്നൊരു ഷീറ്റും തലയിണും എടുത്ത് സോഫക്കരിയിലേക്ക് നടന്നു. റൂമിലെ ലൈറ്റ് ഓഫ് ആക്കി ഡിം ലൈറ്റ് ഇട്ടുകൊണ്ട് അവൾ ആ സോഫയിൽ വന്ന് കിടന്നു. 1 അരമണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് ഫോണിൽ നോക്കി കിടന്നുറങ്ങിയ ദേവയാണ്. മുടിയൊന്നാകെ ഉച്ചിയിലേക്ക് കെട്ടിവെച്ചിട്ടുണ്ട്. കഴുത്തിലെ താലി ഊർന്നൊരു സൈഡിലേക്ക് കിടക്കുന്നുണ്ട്. ഫോൺ താഴോട്ട് വീഴാതിരിക്കാൻ താൻ കിടക്കുന്നതിൻ്റെ ഒരു മൂലയിലേക്കാക്കി നീക്കി വെച്ചിട്ടുണ്ട്. അവളുടെ തലഭാഗത്ത് കിടക്കുന്ന ഫോൺ അവൻ കൈയെത്തിച്ചുകൊണ്ടെടുത്ത് ടേബിളിൽ വെച്ച് അവൻ്റെ കൈ തട്ടിയപ്പോൾ അതിൻ്റെ സ്ക്രീൻ ഓണായി.
അതിൽ മനോഹരമായ ഒരു സെൽഫിയായിരുന്നു വാൾപേപ്പർ. ചക്കി എടുത്തതാണ്. അമ്മയ്ക്കും അച്ഛനും നടുവിൽ നാവും പുറത്തേക്ക് നീട്ടി ചിരിച്ചുകൊണ്ട് രണ്ടാളെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ദേവ. ആ ഫോട്ടോ കണ്ടപ്പോൾ എന്തിനാണെന്നറിയാതെ അവൻ്റെ ചുടിയിൽ ഒരു ചിരി വിരിഞ്ഞു. സോഫയിൽ നിന്ന് താഴോട്ട് ഊർന്നു കിടക്കുന്ന അവിടെ ഒരു കാലെടുത്തുകൊണ്ട് നേരെ വെച്ചു. പിന്നെ ബോട്ടിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് തൻ്റെ സ്ഥാനത്തായി വന്ന് കിടന്നു. വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. അവർ തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായില്ല. എന്നും കാണും, ചിരിക്കും, അത്യാവശ്യം കാര്യങ്ങൾ സംസാരിക്കുമെങ്കിലും അവൾക്കെന്തോ വലിയൊരു അകൽച്ചയാണ് അവനോട് തോന്നിയിരുന്നത്. എന്നും കുളി കഴിഞ്ഞ് തന്നെ നെറുകയിൽ സിന്ദൂരമണിയാൻ കയ്യിലെടുക്കുമ്പോഴും അവൻ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ വരും. അത് ഓർക്കുമ്പോൾ തന്നെ ആ ചെപ്പടച്ച് തിരിച്ച് അലമാരിൽ തന്നെ വെക്കും. ഇടയ്ക്ക് ചെറിയച്ഛനെ വിളിക്കും. അച്ഛമ്മയ്ക്ക് ഇപ്പോഴും ആ ദേഷ്യം മാറിയിട്ടില്ലെന്നും മോൾ അതിനെക്കുറിച്ച് ആലോചിക്കേ വേണ്ടെന്നും പറയും. അങ്ങനെ 2 ആഴ്ചകൾ കടന്നുപോയി. ഇടയ്ക്കൊക്കെ അവളെ കാണാൻ വിരുന്നുകാരൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോഴേക്ക് അച്ഛനും അമ്മയുമായി അവൾ അത്രയേറെ അടുത്തു കഴിഞ്ഞു. പലപ്പോഴായി അബിക്കും അത് മനസ്സിലാവുമായിരുന്നു. തനിക്ക് കിട്ടാതെ പോയൊരു അച്ഛൻ്റെ സ്നേഹവും കരുതലുമെല്ലാം പിടിച്ചു വാങ്ങുന്ന പോലെയായിരുന്നു അവൾ. എന്ന് രാവിലെ എണീറ്റാൽ തന്നെ കാണാം അവളും അച്ഛനും കാണൽ വാതോരാ സംസാരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നു. അപ്പുറത്തൊരു ചായക്കപ്പും പിടിച്ച അമ്മ അവരെയും നോക്കി നിൽക്കുന്നുണ്ടാവും. ചക്കിയാണെങ്കിൽ ഇതിനെല്ലാം കൂടണമെന്ന വാശിയോട് ഉറക്കച്ചടോടെയാണെങ്കിലും അമ്മയ്ക്ക് അടുത്ത് ഇരിപ്പുണ്ടാവും. എല്ലാവരിലും നിറഞ്ഞ ചിരിയാണ്, പൂർണ്ണമായ സന്തോഷം. രാവിലെ തന്നെ താൻ കാണാറുള്ള മനോഹരമായ കാഴ്ചയാണിത്. ഇവൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ചിരിക്കാനും അറിയുമോ എന്ന് പലപ്പോഴും അഭി ചിന്തിച്ചു പോകും. ചില സമയങ്ങളിൽ മുത്തശ്ശിയുടെ റൂമിൽ അവരുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്നത് കാണാം. അല്ലെങ്കിൽ കാലം തടവിക്കൊണ്ട് മുത്തശ്ശി പറയുന്ന പഴങ്കഥകളൊക്കെ കൗതുകത്തോടെ കേട്ടിരിക്കുന്നുണ്ടാവും. ഇത്ര കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഇവർക്കെല്ലാം അത്രമേൽ പ്രിയപ്പെട്ടവളായവൾ ഓരോ ദിവസം അവളൊരു അത്ഭുതമാവുകയായിരുന്നു. ആദ്യത്തെക്കാളും താനിപ്പോൾ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. താൻ റൂമിൽ നിന്ന് വർക്കിലാണെങ്കിലും അവൾ റൂമിൽ വന്ന് പോകും വരെ ഇടയ്ക്കിടെ കണ്ണ് അങ്ങോട്ട് പായും. എന്നാൽ തന്നെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുമെന്നല്ലാതെ അധികമൊന്നും സംസാരിക്കില്ല. അത് താൻ അവളോട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണെന്ന് അഭിക്കും അറിയാം. അതെല്ലാം ഇപ്പോൾ അവന് ചെറിയ രീതിയിൽ സങ്കടപ്പെടുത്തുന്നുണ്ട്. അപ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് കാതറിന് ഇടയ്ക്കൊക്കെ വിളിക്കും, മെസ്സേജ് അയക്കും. പക്ഷെ അതിനോടൊക്കെ എങ്ങനെയോ അവനിൽ നിന്നൊരു അകലം വന്ന് തുടങ്ങിയിരുന്നു. വാട്ട് ഹാപ്പൻ മാൻ എന്ന് അവൾ ഇടയ്ക്കിടെ മെസ്സേജ് അയക്കും. പക്ഷേ ചില സമയങ്ങളിൽ അതിന് റിപ്ലൈ ചെയ്യാറില്ല. ഒരിക്കൽ പുറത്തെവിടെയോ പോയി വന്ന് അഭി നോക്കുമ്പോൾ ആരെയും പുറത്തൊന്നും കാണാനില്ല. അവൻ മുത്തശ്ശിയുടെ റൂമിൽ നോക്കിയപ്പോൾ എല്ലാവരും അവിടെയുണ്ട്. ചക്കിയും അമ്മയും കൂടി അവൾക്ക് താഴെ ഇരുന്ന് കാലിൽ എന്തോ തേച്ച് കൊടുക്കുന്നുണ്ട്. തന്നെ കണ്ടപ്പോൾ തന്നെ ഉടുത്തിരുന്ന ദാവണിയുടെ പാവാടത്തുമ്പ് ആ കാലിലേക്ക് താഴ്ത്തിയിട്ടവൾ. എന്താ, എന്തു പറ്റി? അതോ, 2 ആളും അമ്പലത്തിൽ നിന്ന് വരും വഴി ദേവമോളൊന്ന് വീണു. ഇപ്പൊ കാലിന് നല്ല വേദനയാന്ന് മുത്തശ്ശി പറഞ്ഞു ഈ കുഴമ്പൊന്ന് തേച്ചു കൊടുക്കാൻ. എവിടെ നോക്കട്ടെ? അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു. വേണ്ട, അവള് പറഞ്ഞതും അവന്റെ കൂർപ്പിച്ചുള്ള നോട്ടം കാണെ അവൾ പതിയെ ഡ്രസ്സ് ഒന്ന് പൊക്കിക്കൊടുത്തു. വെളുത്തു തുടുത്ത കാൽപാദത്തിന്റെ ഞെരിയാണി ഭാഗത്ത് നീര് വന്ന് ചുവന്നിട്ടുണ്ട്. 2 കൂടി മാനം നോക്കി നടന്നിട്ടുണ്ടാവും. ചെറിയ കുഞ്ഞുങ്ങളല്ലേ. അവൾക്കോ വട്ട, നിനക്കെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൂടെ ദേവാ? അവൻ 2 ആളെയും നോക്കി ഒച്ച വെച്ച്. ചക്കിയാണെങ്കിൽ ഞാൻ ഈ ദേശത്തുള്ള ആളെയല്ലെന്ന രീതിയിൽ ഇരിക്കുന്നുണ്ട്. സത്യമായിട്ട് 2 കൂടി നേർവഴിയിലൂടെ വരുന്നതിന് പകരം ഉഴുതുമറിച്ച ആ പാടവരമ്പിലൂടെ വന്നതാണ്. പക്ഷേ അതിവിടെ പറയാൻ പറ്റില്ലല്ലോ. അവൻ അവൾക്കരികിലായിരുന്നുകൊണ്ട് ആ കാലെടുത്ത് എൻ്റെ കൈവെള്ളയിൽ വെച്ചു. കണ്ടു നിന്ന് അമ്മയുടെയും ചക്കിയുടെയും കണ്ണ് പുറത്തേക്ക് കുന്തി നിലത്തോട്ട് ചാടുന്ന പോലെയായി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.